ഈ ദൈവാസ്തിക്കുമായിട്ട് ബന്ധപ്പെട്ട് പല ജാതി കൺഫ്യൂഷനല്ല, എത്തീസ്റ്റുകൾ അഥവാ നിരീശ്വരവാദികൾ. പരിശുദ്ധ ഇസ്ലാം തന്നെ അല്ലാഹ് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താനല്ല വന്നത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹില്ല എന്ന് സ്ഥിരപ്പെടുത്താനാണ്. ഇതര മതവിശ്വാസികളുടെ പോലും മലീമസമായി ചിന്തിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നുകൾ ഇട്ട് കൊടുക്കുന്ന ഒരു ടീമായിട്ടാണ് ഇപ്പോഴത്തെ. അതുപോലെ തന്നെ എന്താണോ സാഹിബുൽ വഖത്ത് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു, എന്താണോ തസവുഫ് ആവേണ്ട അതിന് നേരെ സാഹിബുൽ വഖത്ത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ എന്താ മനസ്സിലാക്കിയത്? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ സദന ദർസ് തുടങ്ങിയിട്ട് ഒരു 10-25 വർഷമായി. അപ്പം അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണ്. ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യം നിലനിർത്തുന്നതിലും അതുപോലെ തന്നെ ദീനിനെ തന്നെ നിലനിർത്തുന്നിടത്തും ദർസിന് വലിയ പങ്കുണ്ട്. വേണമെങ്കിൽ ഈ ദർസിനും അതിനു വേണ്ടിയിട്ടുള്ള വഖഫും ആണ് ശരിക്കും ദീനിനെ നിർത്തിയിട്ടുള്ളത്. എന്താണ് ദർസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് നമുക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ദർസിന് ഇസ്ലാമിക സംസ്കൃതിയിൽ വലിയ പ്രാധാന്യം ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് ദർസ് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ കാര്യം തന്നെ ചിന്തിച്ചാൽ ദർസിൻ്റെ മഹത്വം മനസ്സിലാകും. ഊടിലും ഭാവത്തിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അന്ന് കിതാബുകളല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാന പ്രസരണം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള കിതാബുകളെ ഒന്നും അവലംബിക്കേണ്ട ഒന്നല്ല. പ്രധാനപ്പെട്ട കിതാബ് അത് ഖുർആനാണ്. അപ്പോൾ അതിലൂടെയാണ് സ്വഹാബത്തിനെ പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചത്. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ 24 മണിക്കൂറും താമസിക്കുന്ന അഹ്ലുസ്സുഫ എന്ന വിഭാഗം, അതോടൊപ്പം പകലിൽ കച്ചവടത്തിനും മറ്റു പലതിനും പോയി അല്ലാത്ത സമയത്ത് വരുന്ന നമ്മുടെ നാട്ടിലെ നാട്ടുകാരുട്ടികൾ എന്ന് പറയുന്ന ഒരു സംവിധാനം. ഈ ഒരു സംവിധാനത്തിൻ്റെ നേർപകർപ്പാണ് നമ്മുടെ കേരളത്തിൽ എന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നത് ദർസി പാരമ്പര്യം. കേരളീയ ദർസി പാരമ്പര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാരമ്പര്യ സംസ്കൃതിയും മറ്റു ലോകങ്ങളിലുള്ള ഇപ്പോഴുള്ള ഇസ്ലാമിക സംസ്കാരവും നോക്കിയാൽ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ഇന്നും ഇസ്ലാമിൻ്റെ ആ പഴയ പാരമ്പര്യം അതേപോലെ നിലനിർത്തുന്നതിൽ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതുപോലെ മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരായ പല ആലിമീങ്ങളുടെയും പ്രയത്നം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാരമ്പര്യം വളരെ രൂഢമൂലമായിരിക്കുന്നത്. അന്നത്തെ അതേ ദർസിന്റെ സംവിധാനമാണ് മഖ്ദൂമാരിലൂടെ നമുക്ക് ഇപ്പോഴും അതേ സിലബസിലാണ് നമ്മൾ. അവരാണത് വ്യാപകമാക്കി കേരളത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും. അപ്പോൾ ഇൽമ് നിലനിർത്തുന്നിടത്ത് ദീന് നിലനിർത്തുന്നിടത്ത് ഇൽമിന് വലിയ ദർസിന് വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ ഊന്നിയിട്ടാണ് ഇന്നും പിന്നെ കേരളത്തിലെ ദർസുകളൊക്കെ നിലനിന്ന് പോകുന്നത്. അതെ. മാത്രമല്ല ദർസിൻ്റെ സവിശേഷത എന്ന് പറയുമ്പം വളരെ അടിസ്ഥാന കാരണങ്ങൾ വരെ അന്വേഷിച്ച് തഹക്കീക്ക്, തെദ്ക്കീക്ക്, ഇങ്ങനൊക്കെ ഉണ്ട്. തെർക്കീക്ക്, തെൻമീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല മർത്തബകളും ഉണ്ട്. അപ്പം അതൊക്കെ ഓരോന്നും ദലീലുകളെ കൊണ്ട് സ്ഥിരപ്പെടുത്തി, ആ ദലീലിനെ മറ്റു ദലീലിനെ കൊണ്ട് പിന്നെ സ്ഥിരപ്പെടുത്തി, ഇങ്ങനെയുള്ള ഒരു സംവിധാനം ദർസ്. ദർസിൽ നല്ല ഓതിപ്പടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം
ഒരു സ്ഥലത്തും മുട്ടുമുടക്കേണ്ടി വരില്ല. അഥവാ പക്ഷെ ആ ദർസ് സംവിധാനം ഇന്ന് അസ്തമിച്ചു പോകുന്നുണ്ട് എന്നതൊരു സത്യം. അത് ഇൻഷാ അല്ലാഹ് അത് അവിടേക്ക് ദർസിന്റെ പരിപോഷണത്തിന് ഉതകുന്ന കുറച്ച് ചർച്ചകൾ ഇൻഷാ അല്ലാഹ് ഇതിൽ വരണം. അപ്പോൾ ഈ ദർസ് നിൽക്കുന്നത് ഇൽമുമായിട്ട് ചുറ്റിപ്പറ്റിയാണ്. ഇന്ന് ഈ വിഷയത്തിൽ നന്നായിട്ട് ഒരു ചർച്ചാവിഷയമാണ്. എന്താണ് ഇൽമ്, ഇൽമിന്റെ പ്രാധാന്യം എന്തൊക്കെ തരത്തിലുള്ള ഇൽമുണ്ട്, അതൊക്കെ ഏതൊക്കെ തലങ്ങളിലാണ്, അഥവാ നമ്മുടെ ഒരു പിന്നെ ദീൻ നിലനിൽക്കുന്നത് ഒരു പല ഫന്നുകൾ, അഖീദ, ഫിഖ്, തസവുഫ്, ഇതാണ് പ്രധാനപ്പെട്ട 3 മേഖല. അപ്പോൾ ഇതിനൊക്കെ ഇൽമിൽ വ്യത്യാസം ഉണ്ടാവും. അഥവാ ഇൽമ് നിർവചിക്കുന്നിടത്ത് മനസ്സിലാക്കുന്നിടത്തൊക്കെയും നമ്മളിപ്പോൾ ഒരു സാങ്കേതികമായിട്ട് ഫിലോസഫിയിലൊക്കെ പറയുകയാണെങ്കിൽ എപ്പിസ്റ്റമോളജി, ജ്ഞാനത്തിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. എന്താണ് ഉസ്താദ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ തീർക്കട്ടില്ല. ഇൽമിനെ നിർവചിക്കുന്നതിന് മുമ്പ് തീർച്ചയായും പൊതുസമൂഹത്തിന് ബോധമുണ്ടാക്കേണ്ട ഒരു വിഷയം ആദ്യം പറയാം. ഒന്നാമത്, ഇന്ന് എല്ലാവരും ഓതുന്ന ഒരു വാക്കാണ് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഏത് ഇൽമിനെ പറ്റി പറഞ്ഞാലും ഈ ഹദീസ, ഈ ഒരു വാക്യാണ് അവർക്ക് തെളിവ്. ഇന്നിപ്പോൾ എന്തൊക്കെ ഉണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട്, കിച്ചൺ മാനേജ്മെന്റ്, ഇനി എന്തൊക്കെ മാനേജ്മെന്റാ വരിക. അതിനൊരു പ്രത്യേക ഹദ്ദും ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ സംസാരിക്കുമ്പോഴേ ഈ പഴയ കാലത്ത് ഇങ്ങനെ റിസർച്ച് ചെയ്ത സാധനം ഇൽമ് ഇപ്പോൾ 11 മാസമാകുമ്പോൾ നേരെ ഡബിൾ ആവും. ലോകത്തിലെ ഇൽമ് ഇപ്പൊ അതിന്റെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അഥവാ ഇനി അടുത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു 6 മാസമാകുമ്പോഴേക്ക് നിലവിൽ നിൽക്കുന്ന ഇൽമിന്റെ നേരെ ആവും. അപ്പൊ അതൊക്കെ പാടെ തേടലാണോ ആ പറഞ്ഞ സംഗതി? അപ്പൊ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമത്ത് എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമിനും മുസ്ലിമത്തായ ആണിനും പെണ്ണിനും അവരുടെ ആരാധനാകർമ്മങ്ങളും വിശ്വാസങ്ങളും അതിനെ രൂഢമൂലമാക്കുകയും അതിനെ സ്വഹീഹാക്കുകയും ചെയ്യുന്ന ഇൽമ് തേടൽ നിർബന്ധമാണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാ ഇൽമും അതിൽ തേടപ്പെടാൻ പറ്റാത്തതുണ്ട്. ഇന്നിപ്പോൾ അതല്ല, ഇന്ന് പെൺകുട്ടികൾ വരെ അവർ ഈ ഹദീസ് ഓതിയിട്ട് എല്ലാ ഇൽമും ഫർദാണ് എന്നിടത്തേക്ക് സ്ത്രീകൾ പഠിച്ചുകൂടാന്നല്ല, അത് പഠിക്കുന്ന ഇസ്ലാം നിർദ്ദേശിച്ചതുണ്ട്. ഒരിക്കലും തന്നെ ഫർദ് കിഫ, ഫത്വ കൊടുക്കാനുള്ള ഫർദ് കിഫന്റെ ഇൽമ് സ്ത്രീകളോട് തേട്ടല്ല, സ്ത്രീകളോടെന്തില്ല, ഇസ്ലാം ത്വലബില്ല. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഒരാൾ പഠിച്ച് ആ ഫത്വ, ആയിഷ ബീവി എന്തായിട്ടുണ്ട്, മുഫ്തിയായിരുന്നു, അങ്ങനെ ആവുന്നുണ്ട്, അതിന് നമ്മൾക്ക് എതിരല്ല. പക്ഷെ അവരോട് തേട്ടം ഇല്ല. ഫത്വന്റെ വിഷയത്തിൽ അവരോട് നിർബന്ധിക്കുന്നില്ല. നേരെ മറിച്ച് ഒരാൾ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചാൽ വളരെ നല്ലത് തന്നെയാണ്. പഴയ കാലത്ത് അങ്ങനെയുള്ള എത്രയോ മഹതിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഒരു ഫർള് കിഫായ വിടാൻ വേണ്ടി ഒരു സമൂഹത്തിൽ ഒരു നാട്ടിൽ പല ജാതി ഫന്നുകൾ, ആ നാടിന്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പല ഫന്നുകളും പഠിക്കുന്ന നിർബന്ധമായിരിക്കും. അതാ ഒരു കൂട്ടം ആളുകൾ തന്നെയെങ്കിലും അത് പഠിക്കണം. അപ്പൊ അതിൽ ഈ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമ വ മുസ്ലിമത്ത് എന്നുള്ളത് പലരും പ്രത്യേകിച്ച് ഈ സമയത്ത് ചില വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാസംഗികന്മാരും ഭൗതികവാസകന്മാരും ഒക്കെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ അർത്ഥം പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിജ്ഞാനീയങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ സംസ്കാരം സ്വഹീഹാക്കണമെങ്കിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ടത്, കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം കച്ചവടത്തെ പറ്റി അറിഞ്ഞിരിക്കണം, ഹജ്ജിന് പോകുന്നവൻ ആ സമയത്ത് ഹജ്ജിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ഓരോ സന്ദർഭത്തിൽ വരുന്ന ഇൽമ് അതുണ്ടാകണം എന്നാണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം ലോകത്ത് തന്നെ വളരെ മുതിർന്നതായ പ്രയാസമുള്ള മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന അറിവുകളുണ്ട്. ഇപ്പൊ സിഹർ പോലത്തെ അറിവ്, അത് ഒരു അറിവ് തന്നെയാണ്. അങ്ങനെയുള്ള പലതും ഉണ്ട്. അപ്പം ഈ എല്ലാ ഇൽമും എന്ന് അതിന് എന്തില്ല, എന്തായിരുന്നാലും അർത്ഥമില്ല. പിന്നെ ഈ ഇൽമ് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പലപ്പോഴും ഈ പല ചെറിയ വിദ്യാർത്ഥികൾ, പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇൽമ് എന്നുള്ളത് അവർ പല
ഒരർത്ഥത്തിന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴും സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയൊരു വിഷയം പറയാം. അൽ ഇത്തിഖാദുൽ ജാസിമുൽ മുതാബിഖുൽ വാഖി അൽ മുതാബിഖുലിൽ വാഖി, ഖത്ഇയായ ഇൽമ്, അതാണ് ഇൽമ് എന്നാ. ഈ ഇൽമ് എന്നിട്ട് എല്ലാത്തിലേക്കും അങ്ങ് വെച്ചു കൊടുക്കും. ഇൽമുൽ ഫിഖ്ഹിലേക്കും അതന്നെ, ഇൽമുൽ അഖായിദയിലും അതന്നെ, ഇൽമുൽ തസവ്വുഫിലും അതന്നെ. ആ ജഹാലത്ത് കൊണ്ടാണ് തസവ്വുഫുമായി ബന്ധപ്പെട്ട പലരും ഇന്ന് വെല്ലുവിളിയായിട്ട് നടക്കുന്നത്. മനസ്സിലായില്ലേ? പല വെല്ലുവിളിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അവർ ഇൽമെന്താന്ന് പഠിച്ചില്ല, അടിസ്ഥാനപരമായി ഇൽമെന്താണ് എന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇൽമിന്റെ വ്യത്യസ്തമുണ്ട്. ഇൽമിന് ആമായ ഒരു പ്രയോഗമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാ, നമ്മുടെ ദർസിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇൽമുൽ കലാം. ആ ഇൽമുൽ കലാമിലെ ഇൽമിന് ആമായ മാനെ, ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ അൽ ഇത്തിഖാദുൽ ജാസിമുൽ മുതാബിഖുൽ വാഖി എന്ന് വെക്കാൻ പറ്റൂല. അത് മാത്രമല്ല, ഇൽമുൽ കലാമിൽ സുന്നത്ത് ജമാഅത്ത് മാത്രമല്ല ഉള്ളത്, മുഅ്തസിലത്തുണ്ട്. അതിൽ സംസാരിച്ചവരൊക്കെ ആ വിഷയത്തിൽ പല വിധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൽമുൽ കലാമിനെ പല പണ്ഡിതന്മാരും എതിർത്തിട്ടുണ്ട്. അത് ഏത് ഇൽമുൽ കലാമാ? അശായിറത്തിന്റെ ഇൽമുൽ കലാമല്ല. ഇൽമുൽ കലാമിനെ എതിർത്തു നമ്മൾ കാണും. ഇൽമുൽ കലാമൊക്കെ വരുന്നത് തന്നെ ഈ ഗ്രീക്ക് ഫിലോസഫി അതിനെ എതിർക്കാൻ വേണ്ടി, അതിനെ എതിർക്കാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അഖായിദ, ഇൽമുൽ അഖായിദക്കെതിരെ ആളുകൾ വന്നപ്പോൾ ഇൽമുൽ അഖായിദയേക്കാൾ അമ്മാണ് ഇൽമുൽ കലാം. അഖായിദയും ഉൾക്കൊള്ളും, അതിന്റെ പുറമെ ഹസ്മിന്റെ വാദവും ഉദ്ധരിക്കും, ആ ഹസ്മിന്റെ വാദത്തിന് മറുപടി പറയും, അതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിവില്ലാത്ത ആളുകൾ ഇത് ഓതാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനെ പലരോടും നിരുത്സാഹപ്പെടുത്തിയ ഇമാമിങ്ങളെ വഖൗല് കാണാൻ കഴിയും. അത് കണ്ടിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഇൽമുൽ കലാമിന് എന്താൻ പറ്റൂല, എതിർക്കാൻ പറ്റൂല. അപ്പൊ ആ ഇൽമുൽ കലാം എന്നതിൽ ശരിക്കും ആമായ മാനാക്കാണ് ഇൽമ്. ഓരോരുത്തരും ഉറപ്പിക്കുകയാണ്, വാക്കിനോട് ഒത്തില്ല എന്നുള്ളതല്ല. മുഅ്തസിലത്ത് അങ്ങനെ വിചാരിക്കുന്നു, ഒരു പറഞ്ഞ ഇതാണ് ഹക്ക് എന്ന് മനസ്സിലാക്കി കുത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഇൽമുൽ കലാമിൽ നിന്ന് ഹക്കിനെ ഹക്കാക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ദർസുകളിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇൽമുൽ കലാമിന്റെ അർത്ഥം തന്നെ, ആ ഇൽമിന്റെ അർത്ഥം എന്താ? അമ്മായ മാനാണ്. നേരെ മറിച്ച് ഇൽമുൽ ഇഅ്തിഖാദാത്ത് അടിസ്ഥാന ഉസൂലുദ്ദീൻ അത് ഖത്ഇയാണ്. അൽ ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖുൽ വാഖി മുതാബിഖുലിൽ വാഖി അസാബിത് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൽമുൽ ഫിഖ്ഹിൽ വരുമ്പോഴോ ലന്നിയാത്താണ്. ലന്നെ രണ്ട് വിധമുണ്ട്, വലബത്തുൽ ലന്നുണ്ട്, ലന്നുണ്ട്. വലബത്തുൽ ലന്നും തമ്മിൽ വ്യത്യാസം പറഞ്ഞാലും ഉണ്ട്, അല്ല രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാലും ഉണ്ട്. 50% 50 ആകുമ്പോഴാണല്ലോ ഷെക്ക് എന്ന് പറയാം. നേരെ മറിച്ച് നേരെ അങ്ങോട്ട് 50 ഉള്ളത് കയറി 51 ആയാൽ അത് 80ലേക്ക് പോവുകയാണെങ്കിൽ അതെന്താവും? വലബത്തുൽ ലന്നാവും. ഒരു ഉദാഹരണം പറയാം. അപ്പം വലബത്തുൽ ലന്ന് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഫിഖ്ഹ്. അത് മതി ഫിഖ്ഹിൽ അത് മതി. ഫിഖ്ഹിൽ യഖീനിയാത്ത് ഉണ്ടാവില്ല. യഖീനിയാത്ത് ഉണ്ടെങ്കിൽ അതെന്തല്ല? ഫിഖ്ഹല്ല. ഇജ്തിഹാദിന് മജാല് വേണം. യഖീനിയാത്തായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അതെ, അതിലെന്തുണ്ടാവില്ല? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. ഖുർആൻ പറഞ്ഞു ബൈഇനെ അല്ലാഹു തആല ഹലാലാക്കി, റിബയെ അല്ലാഹു ഹറാമാക്കി. ഇതിലെന്തിന് ഫിഖ്ഹ? അത് നസ്സാണ്, അത് ഖത്ഇയാണ്. അപ്പം ഖത്ഇയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടത് ഫിഖ്ഹല്ല. ഫിഖ്ഹ് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പം ഇൽമുൽ ഫിഖ്ഹ് എന്ന് പറയുമ്പം അവിടെ ലന്നാണ്, വലബത്തുൽ ലന്ന്, മികച്ച ഭാവന. ആ മികച്ച ഭാവന എത്തിക്കുന്നതിൽ വരുമ്പോഴാണ് ഫിഖ്ഹ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങൾ വരാം. ഇനി തസവ്വുഫ് വന്നാലോ അത്രയും ഉണ്ടാവില്ല. കാരണം തസവ്വുഫിന്റെ പല ഇസ്തിലാഹുകളും പലതും ലൈഫായ ഹദീസ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ചെയ്യണ ഈ കള്ളത്തൊരീക്കത്തുകാർ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ചെയ്യണ എന്താ? ഒരു ഊരി ചുറ്റി ഇങ്ങനെ നടക്കുക. അങ്ങനത്തെ വളരെ വാഹിയായ ദലീലുകളെ കൊണ്ടാണ് അവരെന്താകണത്? ഏതിനെ? വലിയ ദലീല് കൊണ്ട്, വലബത്തുൽ ലന്ന് കൊണ്ട് സ്ഥിരപ്പെട്ടതിനെതിരെ ഈ വാഹിയായ അതെന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇൽമെന്താന്ന് പോലുമുള്ള പ്രാഥമിക അറിവ് പോലും തഹ്കീക്കാക്കിയില്ല. വേറൊരു വീക്ഷണമുണ്ട്. ഇപ്പൊ ഇൽമ എന്ന് പറഞ്ഞാൽ ശരിക്കും അൽ ജമു വൽ ഫർഖ്, അഥവാ ഒരുപാട് സാമ്യതകളുള്ള സമയത്ത് അതിൽ ഫർക്ക് കണ്ടെത്തുക.
ചിലപ്പോൾ ഫർക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് സാമ്യത കണ്ടെത്തുക, ഇതിന് നല്ല ബുദ്ധി, നല്ല ബുദ്ധിമുട്ട്. ആ നഷ്ടപ്പെട്ട ആളുകൾക്കാണ് പിന്നെ തഹ്ഖീഖുള്ള ഉസ്താദന്മാരെടുത്ത് ഓതിട്ടും ആ സാധനം. പിന്നെ അതുപോലെ മാത്രമല്ല, ഈ തസവുഫ്വാദികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഞാൻ പറയാം, ഇന്നത്തെ സാഹചര്യത്തില് ഈ തസവുഫ്വാദികൾ എന്ന് പറയുന്ന ആളുകൾ മുത്തസവ്വിഫീങ്ങൾ എന്ന് പറയാമല്ലേ, മുത്തസവ്വിഫത്ത് എന്ന് പറയാം. തസവുഫിനെ അഭിനയിക്കുന്ന യഥാർത്ഥ തസവുഫുമായി അവർ ബഈദാ തസവ്വിഫത്ത്. കാരണം ഓല വാദം അങ്ങനെയാണ്, മശായിഖന്മാരെ മക്കൾ എന്നാ പറയുന്നത്. മശായിഖന്മാരെ മക്കൾ എന്ന് ആരെ ഖുർആനിൽ പറഞ്ഞ അത് ഏത് തെളിവുകൊണ്ട് ഓല് പറഞ്ഞ വാദം, അവരെ ദലീലിന് അവരെ തൊള്ള തെളിവാക്കി, പിന്നെ അവരുടെ ഇമാമ തെളിവ് അവർ മനസ്സിലാക്കി. ശരിക്കും ഹവയെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള വിഷയം പോലും അറിയാത്ത രൂപത്തിലേക്കുള്ള ഒരു ഇത് അവർ കേൾക്കുമ്പോഴേ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ അഭിനവ പിന്നെ തസവുഫിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ അഭിനവ മുത്തസവ്വിഫീങ്ങൾ അവർ ശരിക്കും ഒരു എന്തൊക്കെയോ ഇതില് അവർ ഷിയാക്കളുമായിട്ട് ബന്ധമുണ്ട്. ഈ ഇമാമിയത്ത് ഒരു സമയത്തൊന്നും പറയാം, എന്നിട്ട് അവർക്കെതിരാരും പറയുമ്പോ അത് തിരിച്ചിട്ട് ഇവളെ ബൈത്തല കൂടെ, എന്നിട്ട് അതിനെ നേരെ അഥവാ ഓലെ ഷെയ്ഖിന് ഇസ്മത്ത് വാദം ഉള്ള പോലെയാണ് അവരുടെ അവതരണം കണ്ട. ഓലെ ഷെയ്ഖ് പറഞ്ഞു ഇതിൽ തെറ്റാൻ ഒരു സാധ്യതയില്ല. അതിന് ഇത്ര പിന്നെ ഇസ്മത്ത് വാദം എന്ന് പറഞ്ഞാൽ ഓലെ ഷെയ്ഖ് പോട്ടെ, അഹ്ലുബൈത്തിന് വരെ ഇസ്മത്ത് നമ്മളെന്തായില്ലല്ലോ, സ്ഥിരപ്പെടുത്തൂലല്ലോ. ഷിയാക്കൾക്ക് അങ്ങനെ വാദമുണ്ട് ഇസ്മത്ത്. അപ്പൊ അതിലേക്കായിരിക്കും അവരുടെ ഒരു. അപ്പോൾ ഇവിടെ ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, ശരീഅത്തിൻ്റെ വിഷയങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് എതിരെ പറഞ്ഞാൽ, അതിനെതിരായാൽ പോലും ഈ ഷെയ്ഖിന്റെ വാദത്തെ അതിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് ഷിയാക്കളിൽ നിന്ന് വരുന്ന സാധനം. സത്യത്തിൽ ഈ എതിർത്ത് നടക്കുന്ന ഈ മുത്തസവ്വിഫത്ത് എന്ന് പറഞ്ഞ ഈ വിഭാഗം, ഇവർ സത്യത്തിൽ തസവുഫ് എന്താണെന്ന് പഠിച്ചില്ല. കാരണം തസവുഫ് എന്ന് പറയുന്നത് അത് സ്വന്തത്തിലേക്ക് ഇറങ്ങല, മറ്റുള്ളവരെ ഇത് നോക്കി ഇറക്കലല്ല. തസവുഫ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ പ്രയോഗവൽക്കരണമാണ്. അത് സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇൽമും മാരിഫത്തും തമ്മിൽ ഫർക്ക് പറയല്ലോ. ഇൽമ കുല്ലിയായ മാനാക്ക്, കുല്ലിയായി മനസ്സിലാക്കുക. അപ്പൊ അള്ളാനെ മനസ്സിലാക്കുക, അള്ളാനെ നമ്മൾ വാജിബുൽ വജൂദാന്ന് മനസ്സിലാക്കി. വാജിബുൽ വജൂദ് എന്നതിന്റെ മാനെന്താ, കുല്ലിയായ ഒരു മാന നമ്മളവിടെ ഇന്തിസാഹ് ചെയ്തിട്ടല്ലേ മനസ്സിലാക്കുക. പക്ഷെ അള്ള എന്താന്ന് സ്വന്തം കണ്ട് അനുഭവിച്ചറിയാം, അത് മാരിഫത്താ. അങ്ങനെ എല്ലാത്തിനും ജുസിയിലേക്കാണ് പോവുക, സ്പെസിഫൈ ചെയ്യാം. ഒന്ന് ജനറൽ ആണെങ്കിൽ മറ്റൊന്ന് സ്പെസിഫൈ ചെയ്യുക. ഇവരങ്ങനല്ല, ഇവര് മറ്റുള്ള കാര്യം നോക്കി നടക്കുക. ഓല കാര്യത്തെ സംബന്ധിച്ച് ഒരു ചിന്തയും ഓർക്കില്ല. എന്താണോ സാഹിബുൽ വഖത്ത് എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നു എന്താണോ തസവുഫ് ആവേണ്ട അതിന് നേരെ സാഹിബുൽ വഖത്ത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ എന്താ മനസ്സിലാക്കിയത്? ഒരു മനസ്സിലാക്കിയത് വഖത്തിലുള്ള സ്വാഹിബ് എന്ന്. അപ്പൊ നിങ്ങളും സ്വാഹിബുൽ വഖത്താ, ഞാനും സ്വാഹിബുൽ വഖത്തല്ല. ഈ സ്വാഹിബുൽ വഖത്തിന്റെ മാനെന്താ ഇവർ മനസ്സിലാക്കിയത്? സ്വാഹിബുൽ വഖത്ത് ആകണമെങ്കിൽ ഒന്നാമത് ഉണ്ടാകേണ്ടി അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് ചേരണം. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പം എന്തായി, നിങ്ങളോട് നാളെ വരണം എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ പരിപാടി നാളെ വരും, നിങ്ങൾ വന്നില്ല. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കരുത് എന്തേ വരാഞ്ഞ്. അത് ചോദിച്ചാൽ അള്ളാൻ്റെ ഖദറിനെ ഖലാഇനെ തൃപ്തിപ്പെടാത്ത ചോദ്യമാണ്. ഇതാണ് ആര് സ്വാഹിബുൽ വഖത്തിന് ഉണ്ടാകേണ്ട ഒന്നാമത്തെ നിബന്ധന, സമ്പൂർണ്ണ തൃപ്തി. ഇതങ്ങനല്ലല്ലോ. എന്നിട്ട് മറ്റവർക്കെതിരെ കുതിരേറാൻ നടക്കല്ലേ? അള്ളാന്റെ ഖദറിൽ അങ്ങ് അലിഞ്ഞു ചേർന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കുവോ? നോക്കുന്ന മാത്രല്ല, വളരെ പരിഹാസ്യമായിട്ട് ദീനിനെ മറ്റുള്ള ഇതര മതവിശ്വാസികളുടെ ഇടയിൽ പോലും മലീമസമായി ചിന്തിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നുകൾ ഇട്ട് കൊടുക്കുന്ന ഒരു ടീമായിട്ടാണ് ഇപ്പോഴത്തെ. അതുപോലെ തന്നെ ഖുതുബുൽ ആലം, ഞാനിപ്പോ സാന്ദർഭികമായിട്ട് ഒന്ന് പറയാന്നേ ഉള്ളൂ, നമ്മൾ വിഷയമല്ലെങ്കിലും അതാ ഒരുപാട് പദാവലി അവർ പ്രയോഗിക്കുന്നതാണ്. ഈ ഖുതുബുൽ ആലം എന്ന് പറയുമ്പോൾ സി.എം. വലിയുള്ളാഹിനെ പറ്റി ഖുതുബുൽ ആലം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് പറയണ്ട, നമ്മള് വരുത്തേണ്ട. ചിലപ്പോൾ അതിലും വലിയ സ്ഥാനാണെങ്കിലോ നമുക്കറിയില്ല. അവര് വലിയ മഹാനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹിനെ അംഗീകരിച്ചവരും അവിടുത്തെ വിലായത്ത് അംഗീകരിച്ചവരുമാണ്. അതിൽ യാതൊരു തർക്കാർക്കും ഇല്ല. മനസ്സിലായില്ലേ? ഈ ഖുതുബുൽ ആലം എന്ന് പറയുമ്പോൾ ആലം എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഇവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. മനസ്സിലായി? ആലമിന് പല അർത്ഥമുണ്ട്.
മാത്രമാണ് വിചാരിച്ചത്. ആലം എന്ന് പറയുന്നത് സത്യത്തിൽ പല ആലം എന്നതൊരു ഖദർ മുഷ്തറക്കിന് വെക്കപ്പെട്ട ലഫ്ളാണ് എന്നാണ് ഖയാലിന്റെ ഹാഷിയ അബ്ദുൽ ഹക്കീം സിയാലി കൂത്തി കാണാം. മനുഷ്യരുടെ ലോകം, ജിന്നുകളുടെ ലോകം, ജന്തു ലോകം, ജിൻസ് പരിഗണിച്ചിട്ട് ജുസിയാത്ത് പരിഗണിക്കൂല, ജിൻസ് പരിഗണിച്ചിട്ട് അങ്ങനെ വെക്കാം. അപ്പൊ ഒരു ഖദർ മുഷ്തറക്കിനാ. ആലം എന്ന് പറഞ്ഞാൽ തന്നെ മായോലമു താലാ ബിഹീന, ഇതുകൊണ്ട് അള്ളാനെ അറിയാൻ കഴിയുന്ന അള്ളാന്റെ ദലീല്, അള്ളാന്റെ മേൽ അറിയിക്കുന്ന ദലീല. ആ ദലീലാകാൻ പറ്റിയ ഏത് കുല്ലിയുണ്ടോ അതിനെ പറ്റിയൊക്കെ എന്ത് പറയാം, ആലം എന്ന് പറയാം. ആ ഒരർത്ഥത്തിലാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആലം എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മാസിവൽ ബാരി, മറ്റൊന്ന് ഇവർ നിശ്ചയിക്കുന്ന ഏതാണോ അത്. അപ്പൊ ഈ കുത്തുബുൽ ആലം എന്ന് പറയുമ്പം CM വലിയുള്ള പറഞ്ഞെന്ന് വെക്കുക. അപ്പം മൂപ്പര് ഉദ്ദേശിച്ച മാന ഏതാന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? മൂപ്പര് ഉദ്ദേശിച്ച മാന ഇന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ ഷണ്ട കൂടുക, വെറുതെ എന്ത് കൂടുക, ഷണ്ട കൂടുക. ഇനി ആലമു ലോകം മുഴുവനാന്ന് വെച്ചാൽ അക്കല് മുഹസിസാവും, അക്കല് തഖ്സീസാവും, ജമ്പല് പോലത്തൊക്കെ പറഞ്ഞതല്ലേ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇന്റെ മാന എന്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഷൈഇ എന്നതിന് മഅലൂമ് എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ, മൗജൂദ് എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് അതിന് പുറത്താ, തഖ്സീസാ. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഷൈഇന് അള്ളാഹിന്റെ മഷിയത്ത്, അപ്പം പിന്നെ തഖ്സീസിന്റെ ആവശ്യമില്ല. അള്ളാഹ് ഉദ്ദേശിച്ചതിനൊക്കെ കഴിയും. ഖദീർ എന്ന് പറഞ്ഞാൽ ആ ഷെയ് എല്ലോ നല്ല മുൻകിനാത്ത് നല്ല അർത്ഥം, മുഹാലിൽ വരൂലല്ലോ. അല്ല, മുഹാല് വരൂല. ഷെയ്ന് അള്ളാഹിന്റെ മഷിയത്ത് എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് മുഹാൽ ഉദ്ദേശിക്കൂലല്ലോ. മുഹാൽ ഉദ്ദേശിക്കുക എന്നുള്ളത് സഫാത്തല്ലേ. മുഹാൽ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് സഫീഹ എന്നല്ലേ വരിക. അക്കലിയായി നടക്കാത്തൊരു കാര്യം അള്ളാഹ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആരാകണം? സഫീഹ ആണോ? അള്ളാഹ് സഫീഹ ആണ്ടേ? അള്ളാഹ് സഫീഹ ആവൂലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇൽമിൻ്റെ വ്യത്യസ്ത വിഷയങ്ങളപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ദർസ് ഒക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇൽമുൽ അഖീദ. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അഖീദയ്ക്ക് വേണ്ടി സെനൂസിയാത്ത്, ഷറുൽ അഖായിദ്, ഷറുൽ മവാഖിഫ്, ഖാസിദ് ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ കുറേ ആളുകൾ ഈ ദൈവാസ്തിക്കുമായിട്ട് ബന്ധപ്പെട്ട് പല ജാതി കൺഫ്യൂഷനല്ല, എത്തീസ്റ്റുകൾ അഥവാ നിരീശ്വരവാദികൾ, അഗ്നോസ്റ്റിക്കുകൾ അഥവാ അന്വേഷിക്കുന്ന ആളുകൾ, ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾ, അങ്ങനെ പല ജാതി ചിന്താഗതിക്കാരുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ എങ്ങനെയാണ് ഷറുൽ അഖായിദിൽ പറയുന്ന അള്ളാഹുവിൻ്റെ വുജൂദ് അഥവാ ദൈവാസ്തിക്യത്തെ സമർത്ഥിക്കുന്ന ദലീലുകളെ നമ്മൾ അവതരിപ്പിക്കാം? ഏതെല്ലാം തരത്തിലുള്ള ദലീലുകളാണ്? അള്ളാഹു ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്, അങ്ങനെ പറയാം. അള്ളാഹു ആണെന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു വിശ്വാസം, പേരുകൊണ്ടുള്ള ഒരു ഇത്. ആ സ്വാധീനം ഉണ്ട് എന്നുള്ളതിന് തെളിവ് പറയേണ്ട ആവശ്യമില്ല സത്യത്തിൽ. എന്തുകൊണ്ട്? ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാവരും അംഗീകരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം തന്നെ അള്ളാഹ് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താനല്ല വന്നത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹില്ല എന്ന് സ്ഥിരപ്പെടുത്താനാണ്. കാരണം ഇലാഹില്ല, അത് ആരാധിക്കപ്പെടുന്ന ഒരാളില്ല എന്ന് ഒരു ബുദ്ധിയും അംഗീകരിക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമാണ്. അത് എല്ലാവരിലും രൂഢമൂലമാക്കപ്പെട്ട സംഗതിയാണ്. എന്തിനധികം ഈ യുക്തിവാദികൾ പോലും ചില സമയത്തുള്ളിനുള്ളിൽ ദൈവത്തെ വിളിക്കും. ഞാൻ മുമ്പ് ഓർക്കുന്നുണ്ട്, ഏതോ ഒരു പുസ്തകത്തിൽ ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വായിച്ചത്. ഏതോ ഒരു ഇംഗ്ലീഷ് മാഗസിൻ്റെ അതിൽ വന്ന ഇംഗ്ലീഷിൻ്റെ മലയാള പരിഭാഷയാണ്. നമ്മുടെ ഒരു വിസ്തൃത ഗോളശാസ്ത്രം എന്ന് പറഞ്ഞൊരു കനപ്പെട്ട പുസ്തകമുണ്ട്. നമ്മളെ മുത്താലിമീങ്ങൾക്കൊക്കെ ഈ പിന്നെ നമ്മുടെ തശ്രീഉൽ അഫ്ലാഖും ഷഹ്മീനിയൊക്കെ ഓതുമ്പോൾ ഉപയോഗിക്കപ്പെട്ട ഒരു കിതാബ്, ഒരു അറബി സംജ്ഞകളൊക്കെ ഉള്ള ഒരു പുസ്തകമാണ്. പഴയ കാലത്ത് അടിച്ച ഒരു ബുക്കാണ്. അപ്പോൾ അതിലൊരു സ്ഥലത്ത് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. ന്യൂട്ടൻ വലിയൊരു വിശ്വാസിയായിരുന്നു, സർ ഐസക് ന്യൂട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞൻ ഈ നിരീശ്വരവാദിയാണ്.
ദൈവനിഷേധിയാണ്. അപ്പം ന്യൂട്ടന് ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു പതിപ്പ്, പ്രപഞ്ചത്തിൻ്റെ സൗരയൂഥത്തിൻ്റെ ഒരു പതിപ്പ്, ഭൂമിയും സൂര്യനൊക്കെ അതിൻ്റെ ഒരു ഇതുണ്ടാക്കി, അതൊരു മറ്റേ ഇരുമ്പിൻ്റെ പണിക്കാരനെ വിളിച്ചിട്ടുണ്ടാക്കി, അതിന് ഗീറുകളൊക്കെ ഘടിപ്പിച്ചു. ഇങ്ങനെ അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു മോഡൽ, ഒരു മിസാൽ അതുണ്ടാക്കി മൂപ്പര മേശപ്പുറത്ത് വെച്ചു, നല്ല ഉഷാറായിട്ട്. അപ്പോഴാണ് ഈ സ്നേഹിതം ഒരു ദിവസം കടന്നു വരുന്നത്. അപ്പോൾ ഈ ന്യൂട്ടൻ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു പേപ്പർ, എന്തോ ഒരു ന്യൂസ് പേപ്പറായിട്ട്. അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിച്ചു, ഇതാരുണ്ടാക്കിയാന്ന് ചോദിച്ചു. അതിപ്പം ശാസ്ത്രജ്ഞന്മാരാകുമ്പോൾ ഓരോരുത്തർക്കും അവരെ വീട്ടിൽ ബന്ധപ്പെട്ട വിഷയം കൗതുകമാണല്ലോ. അത് ചോദിച്ചു. അപ്പം ന്യൂട്ടൻ അത് ശ്രദ്ധിച്ചില്ലാണ്. മൂപ്പർ വായന തോന്നുന്നു, മൂപ്പർ കേൾക്കാഞ്ഞിട്ടല്ല. പിന്നെയും ചോദിച്ചു, ഇതാരുണ്ടാക്കിയാണ്? അപ്പോഴും ന്യൂട്ടൻ മറുപടി കൊടുത്തില്ല. പിന്നെയും ചോദിച്ചു, ഇതാരുണ്ടാക്കിയാണ്? അപ്പം മൂപ്പര് നിർവികാരനായി പറഞ്ഞു, അതാരും ഉണ്ടാക്കിയല്ല, താനുണ്ടായതാണ്. അപ്പം ഈ സുഹൃത്തിന് ദേഷ്യം പിടിച്ചു, നിങ്ങളെന്താ എന്നെ പൊട്ടനാക്കുകയാണ്, ഇത് അങ്ങോട്ട് താനുണ്ടായല്ല, ഇതിനുണ്ടാക്കിയ ഒരാൾ വേണ്ടത്. അപ്പം ന്യൂട്ടൻ ഉഷാറായിരുന്ന് പറഞ്ഞു, സുഹൃത്തെ, ഈ കാണുന്ന വലിയ ലോകം ഇതിന് ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടെന്ന് പറയുന്ന നിങ്ങൾക്ക് പിന്നെ ഈ ചെറിയ സാധനത്തിനാണോ ഒരു കർത്താവ് വേണം എന്ന വാശി? ഇയാള് ആകെ ചമ്മിപ്പോയി, ഉടനെ അവിടെ നിന്ന് പോയി എന്നാ പറഞ്ഞത്. അപ്പം ദൈവമുണ്ട് എന്നത് സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ മറുപടി അതിന് ആവശ്യം തെളിവില്ല എന്നല്ല, തെളിവുണ്ട്. അതിന്റെ ഏറ്റവും സാധാരണക്കാർക്കൊക്കെ വഴങ്ങുന്നൊരു ഉദാഹരണമാണ് ഈവൻ ഒരു മുട്ടുസോജി നമ്മൾ കാണുകയാണെങ്കിൽ അതിനിപ്പോ ഏറ്റവും സങ്കീർണത കുറഞ്ഞൊരു സംഗതിയപ്പല്ലുള്ളൂ. ഒരു അറ്റം കൂർത്തിരിക്കുന്നു, മിനുസമുള്ള ഒരു കുറച്ച് പ്രതലം, മുകൾ ഭാഗത്തൊരു മുട്ട്. ഈ സാധനം ഉണ്ടാക്കിയത് ആരാണെന്ന് നമ്മൾ തേടുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ അത് അവിചാരിതമായിട്ട് അങ്ങ് ഉണ്ടായത് ചിന്തിക്കുന്നില്ല ആരും. ഇനിയിപ്പോൾ നമ്മൾ ഒരു ബഹിരാകാശത്തോടെ പോയിട്ട് നമ്മൾ അവിടെ ഒരു എഞ്ചിൻ കാണും, വേറെ ആരും പോയിട്ടില്ല, നമ്മൾ മാത്രം പോയിട്ടെന്ന് വിചാരിക്കുക. അവിടുന്ന് ഒരു എഞ്ചിൻ കിട്ടിയാൽ, ഒരു മെഷീൻ കിട്ടിയാൽ, ഇതിപ്പോ ഇവിടെ ആരും എത്തിയിട്ടില്ലല്ലോ, ഇതിന്റെ ഒരു അസാധ്യതയാണ് ഇത് ആരും ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. അല്ല, ഇത് തനിയെ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല, ആരോ ഉണ്ടാക്കിയത് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. ഇതിന്റെ വലിയ പതിപ്പ് കാണുമ്പോഴോ അതെ അതെ. ഇപ്പൊ ഈ മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും ഒക്കെ ഇതിന്റെ സങ്കീർണതയാണ് ഇപ്പൊ ഈ ലോകത്ത് ആർക്കും പരിശോധിച്ചാൽ കിട്ടും. അപ്പോൾ വ്യവസ്ഥാപിതമായ, വെറും സങ്കീർണതയല്ല, വ്യവസ്ഥാപിതമായ സങ്കീർണതയുള്ള ഏത് സാധനവും കണ്ടാൽ തന്നെ ആ കാണുന്ന കാഴ്ചയിൽ തന്നെ ആ വ്യവസ്ഥാപിത സങ്കീർണത തെളിവായിട്ട് ആൾ എടുക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും സത്താവുണ്ടെന്ന് ആ സാധനം ഇവിടെ എമ്പാടുണ്ട് ഈ ലോകം. അപ്പൊ ഏതൊരു ക്രിയ ഉണ്ടായാലും ആ ക്രിയ ഉണ്ടാക്കിയ ഒരാൾ വേണം എന്നുള്ളത് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ഇസ്ലാം അതിന് തെളിവ് വല്ലാതെ പറയാൻ നിന്നിട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇസ്ലാം തൗഹീദ് സ്ഥിരപ്പെടുത്താനാണ്. കാരണം ദൈവമുണ്ട് എന്നത് പൊതുവെ എല്ലാവരും അംഗീകരിക്കും. നേരെ മറിച്ച് അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് ബുദ്ധിപരമായ തെളിവുണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ല, ഏകനാണ് എന്നതിനും നമുക്ക് അഖലിയായി ഖത്ഈയായ നിലക്ക് തന്നെ നമുക്ക് എന്താ കഴിയും. ചില പണ്ഡിതന്മാർ തൗഹീദിന് അഖലിയായ ഇഖ്നാഇയായ ദലീലാണ്, ദലീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഖത്താബിയ മാത്രമല്ല, അത് എന്തും ആക്കാൻ കഴിയും. നമുക്ക് അതിനെ ലോകാന ഫീഹിം ആലിഹത്തുൻ അതിനാക്കാം. ബഹുമാനപ്പെട്ട താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ്, അള്ളാഹു അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദൊക്കെ അത് പറയുന്നത് കേൾക്കണം. അത് ഖത്ഈയും ആണ്, അതോടൊപ്പം ഖത്താബിയുമാണ്. ഖത്താബി ആയതുകൊണ്ട് അത് അഖലിയായിട്ടും സ്ഥിരപ്പെടുത്താൻ ഉണ്ട്. അതിൽ ദലീലുൽ ഇംഖാനാണ് ഒന്നുകൂടി ജോറ്. ദലീലുൽ ഹുദൂസ് അല്ല, ദലീലുൽ ഇംഖാനാണ്. ദലീലുൽ ഹുദൂസ് പറഞ്ഞാലും ഉണ്ട്, ദലീലുൽ ഇംഖാൻ പറഞ്ഞാലും ഉണ്ട്. ഹുക്കമാക്കൾ ദലീലുൽ ഇംഖാനാ പറഞ്ഞത്. ദലീലുൽ ഹുദൂസ് പറഞ്ഞ ബഅദുൽ മുതക്കല്ലിമീങ്ങളുണ്ട്. എന്നാൽ ദലീലുൽ ഇംഖാനോടുകൂടെ ഹുദൂസ് ഷർത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹു അത് ജൗഹറിൻ്റെ ഇതുകൊണ്ടും അറദിൻ്റെ ഇതുകൊണ്ടും ഷറഹുൽ മവാഖിഫൊക്കെ നോക്കിയ ഒരുപാട് വജ്ഹികളെ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയും. വേറൊരു വിഷയം ഈ നേരത്തെ പുസ്തകം ഹുക്കമാനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഹുക്കമാ അല്ലെങ്കിൽ ഫലാസിഫത്ത്, ഇവർ ശരിക്കും ആലമിൻ്റെ ഖിദമിനെ വാദിച്ച ആളുകളാണ്. അവർ ആ വാദം വഴി ഇസ്ലാമിൽ നിന്ന് പിന്നെ തൗഹീദിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിന് പുറത്തു പോയിട്ടില്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. അതെങ്ങനെയാണ് രണ്ടും കൂടി നമ്മൾ കൂട്ടി മനസ്സിലായി, ജമ്മ ചെയ്ത് മനസ്സിലാക്കി? ആലമ ഖദീമാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഖദീമായ ഒരു ആലമിനെ ഉണ്ടാക്കിയ ഒരാൾ ആവശ്യമില്ലല്ലോ.
എന്ന് വരും. അതെ അല്ലേ? അതെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയ പോലെയല്ല, അല്ലെങ്കിൽ അധികം ആളുകൾ മനസ്സിലാക്കിയത് പോലെയല്ല അവർ ഖിദമിനെ വാദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് അതിന്റെ? അവരെ ഖദീമും ബിസ്സമാനും ഉണ്ട്, ഖദീമും ബിദ്ദാത്തും ഉണ്ട്. അവര് ആലമ് ഖദീമാണ് എന്ന് പറഞ്ഞത് ബിദ്ദാത്ത് ഖദീമാണ് എന്നല്ല, അർത്ഥത്തിനല്ല. ഇതിപ്പോ ഒരു പൊതു ചർച്ചയിൽ വല്ലാതെ പ്രസക്തല്ല, ചില ടേംസുകൾ അങ്ങനെയാണ്. അപ്പൊ ഖദീമും ബിസ്സമാന് ഖദീമാന്ന് അവര് പറഞ്ഞത്. അള്ളാഹു തആലയാണ് ഇതിന്റെ ഖാലിഖ് എന്ന് അവർ പറയും. പക്ഷെ ഖദീമായ എങ്ങനെയാ ഹൽക്കയ്യല്? പറയണത് സഫാഹത്താണ്, പറയണത് പച്ച സഫാഹത്ത്. ഹൽക്ക് എന്ന ഒരു പ്രവൃത്തി ഉണ്ടായാൽ, ആ ഹൽക്ക് എന്ന പ്രവൃത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ. കാരണം ഹൽക്കിന്റെ ശേഷം ഉണ്ടായതല്ലേ, പടക്കുക എന്ന പ്രവൃത്തിക്ക് ശേഷമല്ലേ ഉണ്ടായത്. അപ്പൊ അതിന്റെ മുന്നേ ഹൽക്കിന്റെ മുമ്പില്ലാണ്. പിന്നെ അതെങ്ങനെ ഖദീമാണ് കൊണ്ട് ഖദീമാണ് അവരെ പറഞ്ഞത്. അവരുദ്ദേശിക്ക അത് പറയാൻ കാരണം അവര് സത്യത്തിൽ തൗഹീദിന്റെ അങ്ങേയറ്റം പോയതാ. പക്ഷെ അത് മുദിറായ തൗഹീദാണ് എന്ന് വെച്ചാൽ അവർക്കൊരു ശരീഅത്തൊന്നും കിട്ടാത്ത രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില അക്കലുകൊണ്ട് കിട്ടിയ സാധനമാണെങ്കിൽ പോലും അത് തെളിച്ചം വരുന്ന ശരീഅത്ത് വഴി. അത് നിർബന്ധമാണല്ലോ. നമ്മളിപ്പോൾ അക്കല് കൊണ്ട് കിട്ടിയതും ഖുർആൻ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ഈ തട്ടിച്ചു നോക്കിയിട്ട് അതിനോട് യോജിച്ചതേ ഇത്തിദാദുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ മറ്റേ അശ്അരി ഇമാമിനും മാതുരിദി അവർ ക്രോഡീകരിച്ച് വെച്ചത് കൊണ്ട് അവരെ മദ്ഹബ് സ്വീകരിക്കുന്നത്. അല്ലാതെ ഓല് പറഞ്ഞതിനെ അടിസ്ഥാനപരമായുള്ള വിഷയത്തിൽ അന്ധമായി ഓല് പറഞ്ഞതിനെ അംഗീകരിക്കില്ലല്ലോ. പക്ഷെ നമുക്ക് അക്കല് കൊണ്ട് കിട്ടിയത് തന്നെ അത് മുഅ്തദ് ബിഹി ആവണമെങ്കിൽ ഈ മുസ്ലിം ലോകം അനുവർത്തിച്ച് വന്ന ഇതിനോട് യോജിക്കണം. അല്ലാതെ എനിക്ക് ബുദ്ധിയുണ്ട് അത് കിട്ടി അറിഞ്ഞു പോയില്ലേ പിന്നെ എന്തെങ്കിലും മുസ്തനദും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവര് ഖദീമാണെന്ന് പറഞ്ഞത് സത്യത്തിൽ ദൈവത്തെ നിഷേധിക്കാനല്ല, മറിച്ച് അവർ പറയുന്ന ഒരു വാദം. നമ്മളിപ്പോൾ മൈബദിയൊക്കെ ഓതുമ്പം കാണാം, ഇല്ലത്ത് താമ്മയുണ്ടായാൽ മഅലൂലുണ്ടാകൽ നിർബന്ധം. മാത്രമല്ല മൊയ്താത്തല്ല, ഇല്ലത്ത് താമ്പണ്ടായ മൊയ്താത്ത് പോലും പറയുന്നുണ്ട്. അത് വേറെ വിഷയം, അതൊക്കെ ഓരോ സഫാഹത്തുകളാണ്. ഏതോ ആവട്ടെ, ഇല്ലത്ത് താമ്പണ്ടായി. ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്കിപ്പോൾ ഒരു മേശ ഇവിടെ ഉണ്ടാക്കണം. ആ മേശ ഉണ്ടാക്കാൻ അതിനുള്ള ഇല്ലത്ത് ഫായിലിയുണ്ട്, ഇല്ലത്ത് മാദിയുണ്ട്, ഇല്ലത്ത് സുവരിയുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ 4 ഇലലുകളും ഒത്തുകൂടി കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവും. കാശേരി ഉണ്ടാവും, പണി കൊടുത്തുകയാണ് ഇതുണ്ടാകണ്ടേ. ഇതൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ടും പിന്നെ അത് മേശ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ലോകത്തെ സൃഷ്ടിച്ചതാരാ? അള്ളാഹ് അല്ലേ? ഒരു പറയണ നോക്കണം, അള്ളാഹ് ഇല്ലത്ത് താമല്ലേ? അള്ളാഹ്ക്ക് ഇനി വേറെ എന്തെങ്കിലും കൂടാണ്ടോ? അള്ളാഹ് ഇല്ലത്ത് താം. അപ്പൊ ഇല്ലത്ത് താം ഉണ്ടായാൽ ഏതുണ്ടാകൽ നിർബന്ധ? ഉണ്ടാകണം. മാലൂല് ആലമല്ലേ? അപ്പൊ ആലം ഖദീമാണ്ടേ? ഇല്ലത്ത് താമ കിതമിലില്ലേ? അപ്പൊ ആലമും എന്താകണ്ടേ? ഖദീമാകണ്ടേ? ഇതാണ് ഓരോ വാദം. അതാണ് ഒരു വിഷമം. അപ്പൊ അല്ലാഹു തആല മുഖ്താറായ ഫായിലല്ല, മൂജിബായ ഫായിലാണ്. അതിന് സത്യത്തിൽ ഒരർത്ഥമില്ല അവരാ പറയണത്. അത് നമുക്ക് വളരെ ബദിയായിട്ട് ഇതാക്കാൻ കഴിയും. കാരണം അവര് പറയണത് എന്താ വെച്ചാൽ അള്ളാഹു പടച്ചു. മൂജിബായ ഫായിലല്ല, മൂജിബായ ഖാലിക്കല്ല, അല്ല മുഖ്താറായ ഖാലിക്കല്ല, അള്ളാഹ് മൂജിബായ ഖാലിക്കാണ്. മൂജിബായ ഖാലിക്ക് കാരണം ഹൽക്കുണ്ടായി കഴിഞ്ഞാൽ സഹോദര അതെങ്ങനെ ഖദീമാകല്? അപ്പോൾ ആ രണ്ടും കൂടി മാറി നിൽക്കാനുള്ള സംഗതി ഇല്ലല്ലോ എന്നുള്ള നിലക്കാണ് ഖദീമാക്കേണ്ടി വരും. അള്ളാഹ് പക്ഷെ നമ്മുടെ അടുത്ത് അശായിറത്തിന്റെ അടുത്ത്, അശായിറത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന, അശായിറത്തിന് 2 പ്രയോഗമുണ്ട്. അശ്അരിയത്തിന് അശായിറത്ത് എന്ന് പറയും, ചിലപ്പോൾ മാതുരിദിനെയും കൂടി തഗ്ലീബാക്കിയിട്ട് അശായിറത്ത് എന്ന് പറയും. ഞാൻ ഇപ്പം പറയുന്നത് അശായിറത്ത് അഹ്ലുസുന്ന. അഹ്ലുസുന്നന്റെ അടുക്കൽ ഈ ഇല്ലത്ത് നമ്മൾ ഏതിന് യോജിക്കോലോട് ഒക്കമാക്കൾ പറഞ്ഞല്ലോ, ഇല്ലത്ത് താമ്പണ്ടായ മഅലൂലുണ്ടാകൽ നിർബന്ധം. അതിന് നമ്മൾ യോജിപ്പാണ്, നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം ഹക്കായ ഒരു വാദം കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇല്ലത്ത് താമ ഏതാണെന്നുള്ളതിലാണ് ഖിലാഫ്. നമ്മൾ പറയാം ഇല്ലത്ത് താമ അള്ളാഹുവിന്റെ കുദറത്തിന്റെ താല്ലുക്കാണ്. അതാണ് ഇല്ലത്ത് താമ. അപ്പോഴേ അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ പ്രപഞ്ചത്തിനും അള്ളാഹ്ക്ക് കുറെ വയസ്സാണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ സഫാത്തുകളുണ്ട്. അപ്പൊ പലരും മനസ്സിലാക്കി എന്താ വെച്ചാല് ഹുക്കമാക്കൾ ആലമ് ഖദീമാണെന്ന് വാദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഹുക്കമാക്കളൊക്കെ എന്താണ്? ഓലൊക്കെ അള്ളാനെ നിഷേധിച്ചവരാണ്. ഒരിക്കലും അവരല്ല. അവരൊക്കെ നല്ല ബുദ്ധിജീവികളാണ്. ശാസ്ത്രജ്ഞന്മാർ പൊതുവേ മിക്കവാറും ദൈവത്തെ അംഗീകരിച്ചവരാ. ഏത് ദൈവം എന്നുള്ളതല്ല,
ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് അംഗീകരിച്ചവരാണ്. അതിൽ പിന്നെ ഹക്കായ റൂട്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അള്ളാഹിനെ പറ്റി പഠിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി പറഞ്ഞ ഗുണങ്ങളും അല്ലെങ്കിലും അധിക ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഏരിയ ആയിട്ട് ഇത് കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാം. ഇപ്പോൾ ഒരുപാട് പിന്നെ ശാഖകളുണ്ടല്ലോ, പഠന ശാഖകൾ. അപ്പോൾ ഒരാൾ ജീവിതത്തിൽ ഒരു ഭാഗത്തു നിന്നാൽ അവിടെ ഒരു കൂടുതൽ സംഭവം. ഇപ്പോൾ ഫിസിക്സിൽ ചാല ഉണ്ടാക്കുന്ന ആൾക്ക് തിയോളജി ആണല്ലോ ഇതിന്റെ സാധനം. ഇൽമുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോകാൻ അത്ര ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും കിട്ടാത്തൊരു വിഷയമാണ് ദൈവാസ്തിക്യം എന്ന് ഒരിക്കലും വരാൻ കഴിയില്ല. കാരണം ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഉണ്ടാക്കിയ ആൾ വേണം, അത് ഉറപ്പല്ലേ. അത് ഈ ലോകത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റൂ, ഈ ലോകമാകാൻ പറ്റൂല, ഈ ലോകത്തിന്റെ ഭാഗമാകാൻ പറ്റൂല. ചിലര് പറഞ്ഞ് പ്രകൃതിവാദികളുണ്ട്. അത് പച്ച സഫാഹത്ത്. ശരിക്കും ഈ തിയോളജി എന്ന സാധനം അത് ശരിക്കും ഈ എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ എത്തീസ്റ്റുകളും തിയോളജിക്കലായിട്ടാണ് ഇത് പറയുന്നത്. തിയോളജിക്കൽ തന്നെ പറയാം. അതിൽ തന്നെ പല ടൈപ്പും ഉണ്ട്. പാന്തീസം, പെയിൻതീസം, അങ്ങനെ പല ടൈപ്പ് വാദങ്ങളുണ്ട്. ഇപ്പം ഐൻസ്റ്റീനൊക്കെ ഡെയിസ്റ്റ് എന്നാ പറയില്ല, അല്ലെങ്കിൽ നേരത്തെ പുസ്തകം പറഞ്ഞല്ലോ ന്യൂട്ടനെ, ഡെയിസം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടായിരുന്നു, പിന്നെ അള്ളാഹു ഈ ലോകത്തെ അങ്ങോട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റി, പിന്നെ അള്ളാഹിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ അതങ്ങനെ നിന്ന് പോയി. അങ്ങനെയൊക്കെ വിചിത്രമായ ഗണ്ണിക്കാനാണ് ഇംഖാൻ എന്ന് പറയുന്നത് തെളിവാൻ ദലീലാണ് പറയാൻ ഏറ്റവും ഉഷാർ. അതെ, ദൈവാസ്തികമായിട്ട് ബന്ധപ്പെട്ട് പല ജാതി ചർച്ചകൾ, രസകരമായ ചർച്ചകളുണ്ട്. ആരും പിന്നെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ പൂർണ്ണ നിഷേധികളായിട്ട് എല്ലാ കാലത്തും ലോകത്തിന്റെ ഈ സംസ്കാരമൊക്കെ വളർന്ന കാലം മുതൽ ഇന്നും ഈ ദൈവ നിഷേധികളായ ആളുകൾ ചെറിയൊരു ശതമാനം ആളുകളെ ഉണ്ടാവുള്ളൂ. അത് ശരിക്കും ഇനാദ് തന്നെ മാത്രമാണ്. അപ്പോൾ ഈ ഇതിനുണ്ടാക്കിയ ഒരാൾ വേണം. അത് ഈ ലോകത്തിന്റെ ഭാഗമാകാൻ പറ്റില്ല. ഒരു ഉദാഹരണം സാധാരണക്കാർക്ക് മനസ്സിലാകാൻ, തഹ്കീക്ക് പറയല്ല, സാധാരണക്കാർക്ക് മനസ്സിലാകും. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാറ് അഞ്ച് ആൾ സംസാരിക്കുന്ന കാറാ, അത് നിന്നുപോയി പോകില്ല. അവരതിൻ്റെ ഉള്ളിൽ ഇരുന്നും കണ്ട് ഉന്തിയാലത് പോകുമോ? പോവില്ല. നേരെ മറിച്ച് അവർ പുറത്തിരുന്ന് കണ്ട് ഉണ്ടായാൽ പുറത്ത് നിന്ന് ഏതെങ്കിലും ബാഹ്യശക്തി ഇടപെടുണ്ടാകുമ്പോഴേ ഒരു വസ്തുവിൽ ഫലം ചെയ്യിപ്പിക്കാൻ കഴിയും. അത് ചിന്തിച്ചാൽ കിട്ടുന്ന വിഷയമാണ്. അപ്പോൾ ഈ ആലമിന്റെ പുറത്തുള്ള എന്നാൽ അവൻ വാജിബുൽ വുജൂദ് ഉണ്ടാകാൻ നിർബന്ധമാണ്. അപ്പൊ ഇതിൽ വേറൊരു സംശയം എന്ന് വെച്ചാല്, പിന്നെ നിങ്ങൾ എല്ലാത്തിനും ഒരു കാരണം വേണമെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് പ്രപഞ്ചത്തിന്റെ കാര്യമാണ്. എന്നാൽ ആ കാരണത്തിന്റെ കാരണം നിങ്ങൾ പറയുന്ന അള്ളാഹ്ക്ക് കാരണം എന്താണ് എന്നുള്ള ചോദ്യം അത് തികച്ചും അബദ്ധമാണ്. അള്ളാഹു എന്നുള്ളത് വുജൂദിന്റെ അയിന. അള്ളാഹുവിന്റെ വുജൂദ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹക്കീക്കത്തിൻ്റെ ആ നഫ്സ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആരിലേക്ക് ആവശ്യമുള്ളവനല്ല അള്ളാഹ്, ഒരു ഖാലിഖിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു ശക്തി വേണമെന്ന് പറയാൻ തന്നെ ഇതിനൊരു കൊസാലിറ്റി എന്ന് പറയും. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പ്രകൃതമാണ് ഈ ലോകത്തിനുള്ളത്. ഇത് നമ്മൾ കാണുന്നതാണ്, മുഷാഹദയാണ് ഇത് തെളിവ്. ഇതിന്റെ പിന്നിൽ എന്ത് വേണം, ഒരു ശക്തി വേണം. അള്ളാഹ് നമ്മൾ കാണുന്നില്ല. വാജിബുൽ വുജൂദ്, അള്ളാഹു ഉണ്ടാവൽ അനിവാര്യമാണ്. അതായത് എങ്ങനെ, അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാതെ, അഥവാ നമ്മൾ സൂപ്പർ നാച്ചുറൽ എന്നാ പറയാ, ഈ പ്രപഞ്ചത്തിന്റെ നമ്മൾ കാണുന്ന ഒരു ക്വാളിറ്റിയൊന്നുമില്ല, വേറൊരു ക്വാളിറ്റി തീർത്തും. അപ്പോൾ അതിനെന്ത് വേണ്ടി വരില്ല? അത് ശരിക്കും ബുദ്ധിപരമായി നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന ഒരു വിഷയമാണ്. അത് ഇൽമുൽ കലാമിൽ പോകുമ്പോൾ പിന്നെ കുറേ അങ്ങോട്ട് പോകും. ഒന്നാമത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഈ അഖലിയായ ഹുക്കുമ് എന്ന് പറയുന്നത് മുംകിന്, വാജിബ്, മുഹാല്, അതാണ് അഖലിയാബു എന്നല്ല ചില ഇമാമിങ്ങൾ പറഞ്ഞ് അതിനെപ്പറ്റി അഖൽ എന്ന് പറയുള്ളൂ. അഖലിയ അത് വാജിബ്, മുംകിന്, മുഹാല് ഉണ്ടാകാത്തത് ഒരിക്കലും വുജൂദ് ഒരിക്കലും ഉണ്ടാവില്ല. വാജിബോ ഉണ്ടാകൽ നിർബന്ധമായത്, വുജൂദ് വാജിബായത് ഒരു സാധ്യത, അതമ് മുഹാലായത്, വുജൂദ് ദറൂരിയായത്, അതാണ് വാജിബുൽ വുജൂദ്. നേരെ മറിച്ച് മുംകിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്തിവാഉ ത്വറഫൈൻ രണ്ടും ഒരേ സാധ്യത വന്നാൽ മാത്രമേ. അപ്പോൾ ഇത് അക്കല് ബുദ്ധിക്കുന്നല്ല. അള്ളാഹു തആല നമുക്ക് അക്കല് നൽകിയ എന്തിനാ? ഖുർആൻ പല സ്ഥലത്തും ചോദിച്ചില്ലേ, ഉലിൽ അൽബാബ്. ലുബ് എന്ന് പറഞ്ഞാൽ തന്നെ ഹുലൂസുൽ അഖൽ, ബുദ്ധിയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം ബുദ്ധിയാണ്, ഒരു സംശയമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേവല ബുദ്ധി കിട്ടിയാൽ പോരാ, അത് പരിഗണിക്കപ്പെടണമെങ്കിൽ
ഖുർആനും ഹദീസിൻ്റെയും അധ്യാപനങ്ങൾ വെക്കണം. അപ്പം അത് പഠിക്കാനാണ് നമ്മൾ ഈ ഇൽമുൽ കലാമും അശരിയകൾ ക്രോഡീകരിച്ചത് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഓലെ അന്ധമായി അനുധാവനം ചെയ്യാനല്ല, മനസ്സിലാക്കാനാണ്. അല്ല, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് ഈ വിശ്വാസകാര്യത്തിൽ ഇജ്തിഹാദ് വേണം, ഇത് പറ്റൂല. അവിടെയാണ് ശരിക്കും നമ്മളെ സലഫികളിൽ നമ്മൾ വ്യത്യാസം. സലഫികളുടെ മനഹജ് എന്ന് വെച്ചാൽ വിശ്വാസ കാര്യങ്ങളിലൊക്കെ അവർ ചെയ്യും, ഇങ്ങനെ ഫിഖഹിന്റെ വിഷയങ്ങളിലൊക്കെ അവർ ചെയ്യും. ശരിക്കും ഇവിടെ ചർച്ച ചെയ്യേണ്ട ശരിക്കും സലഫി മനഹജ് ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമാണ്. അവര് ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇബ്നു തൈമിയ്യയുടെ ചർച്ചയൊക്കെ ഇപ്പൊ നടക്കുന്ന സമയമാണല്ലോ. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തില് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അതാണ് നമ്മുടെ അതിൽ ഒരു സംശയവുമില്ല. കാരണം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പഠിച്ച ആളാ. ഇബ്നു ഹജർ അൽ ഹൈതമി വെറുതെ പറയുന്ന ആളല്ല. ഇബ്നു ഹജർ അൽ ഹൈതമി പല വിവാദങ്ങളും മൂപ്പർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഒരു പക്ഷപാതിത്തുള്ള ആളുമല്ല. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ എന്ന് പറഞ്ഞാൽ തഹരീറാക്കുന്നതിൽ ഖാത്തിമത്തുൽ മുഹഖിഖീൻ എന്നല്ലേ മൂപ്പരെ പറ്റി പറഞ്ഞത്. അത് വെറുതെ പിൽക്കാർക്കാർ പറഞ്ഞല്ലേ, വെറുതെ പറയോ, എല്ലാവരും പറയാണ് ഖാത്തിമത്തുൽ മുഹഖിഖീൻ. നേരെ മറിച്ച് ചിലര് മൂപ്പരെ വിമർശിച്ചിരിക്കുന്ന വഹാബി അങ്ങനത്തെ കുറച്ച് ആളുകൾ, ഷൗക്കാനിയെ പോലെ അവർക്ക് പിടികിട്ടാത്തതുകൊണ്ട്. കാരണം മൂപ്പർ എല്ലാ വിധേയത്തിനും എതിർത്ത്. ഇബ്നു ഹജർ തങ്ങൾ ഭയങ്കര ബുദ്ധിമാനാ. ഞാൻ മനസ്സിലാക്കുന്നത് ഫവായിദ് മദനിയതാണെന്നാണ് തോന്നുന്നത്. യമൻകാരായ അബ്ദുല്ലാഹിബ്നു മഖറമയെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ. അവർ യമൻകാരനാ. അവര് വലിയ പണ്ഡിതനാ. പേരിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുക, ഓർമ്മയെന്നെടുത്ത് പറയാണല്ലോ. അപ്പോൾ അവർ വലിയ പണ്ഡിതനാ. വളരെ ഒരുപക്ഷെ ഇബ്നു ഹജറിനെക്കാട്ടും ഭയങ്കര ഇത്തിലായുള്ള പരന്ന ഇൽമ അന്നത്തെ യമനികൾ പറയാണ്. യമനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാലത്തും ഓരോ ഇതുണ്ടാവും. ഈമാനു യമാനി ഹിക്മത്ത് യമാനി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ആ ഒരു സാഹചര്യത്തെ പറ്റിയ, അല്ലാതെ യമനിൽ വരുന്ന എല്ലാ അങ്ങനെ അതിനർത്ഥം കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും യമനികൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുള്ളവരാണ്. അവരിൽ നിന്നുള്ള എല്ലാ ഹൈറുകളും നമുക്ക് സ്വീകരിക്കപ്പെടാം. അതൊരു വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് നമ്മളെ ബാമഹ്റമ അവർ വലിയ മഹാനാ, ഇബ്നു ഹജറിനെക്കാളും ഒരുപാട് അറിവുള്ള. പക്ഷേ ഞങ്ങൾ ആരെ മുന്തിക്കുള്ളൂ? ഇബ്നു ഹജറിനെ മുന്തിക്കുള്ളൂ. ലിഖുവ്വത്തി മുദറക്കിഹി. ഇബ്നു ഹജർ തങ്ങളുടെ ദലീലിൽ ഭയങ്കര കൂവത്താണ്. പിന്നെ മനസ്സിലേക്ക് വന്ന ഒരു വിഷയം പറയാം. ഇപ്പോൾ ഈ ചാപ്പിള്ള പ്രായത്തിനു മുന്നേ 4 മാസം ആകുന്നതിന് മുന്നേ മരിച്ച്, അലക്കത്തുമല്ല മുതകത്തുമല്ല, ചാപ്പിള്ള അയക്കണം, കുട്ടിൻ്റെ രൂപമായില്ല. അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹുക്കുമ് പറഞ്ഞു ഫുഖഹാ. 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രസവിച്ചു. 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രസവിച്ചാൽ ആ കുട്ടിയെ കുളിപ്പിക്കണം, മറ ചെയ്യണം, നിസ്കരിക്കണോ? കുളിപ്പിക്കണം, മറ ചെയ്യണം. അതിന് ഇബ്നു ഹജർ തങ്ങളും ഇമാം റംലിയും ഒരഭിപ്രായം. എന്നാൽ നിസ്കരിക്കണോ? റംലി ഇമാമിന്റെ വശം നിസ്കരിക്കണം എന്നാ. നിഹായ. നേരെ മറിച്ച് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയണത് നിസ്കരിക്കാൻ പറ്റൂല. കുട്ടി പ്രസവിച്ചതിന് ശേഷം കുട്ടിക്ക് ജീവനുണ്ടോ എന്നത് സ്ഥിരപ്പെടണം. സ്ഥിരപ്പെട്ടെങ്ങനെ? ഒന്നിന് കുട്ടിക്ക് നൊളയളിക്കണം, കരയണം, അല്ലെങ്കിൽ കുട്ടി പടക്കണം. ഏതുവരെ? 6 മാസം വരെ കേട്ടോ. 6 മാസം വരെ. 6 മാസം കഴിഞ്ഞാൽ ഹംലായല്ലോ, ഹംലിൻ്റെ അക്കല്ലുൽ മുദ്ദ ആയല്ലോ. അപ്പൊ പിന്നെ 6 മാസത്തിന് ശേഷം ജീവനില്ലാതെ പ്രസവിച്ചാലും എന്താണ്? നിസ്കരിക്കണം. 6 മാസം വരെ. 6 മാസത്തിന്റെ മുമ്പാണ്, 4 മാസത്തിന്റെ ശേഷവുമാണ്. അതിന് ഇവര് പറയുന്ന ന്യായം നിസ്കരിക്കണം എന്ന് പറഞ്ഞാലല്ലോ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ് നിസ്കരിക്കണ്ടെന്നാ. പക്ഷെ അവര് പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാല്, അത് കുട്ടിക്ക് കയ്യും കാലൊക്കെ ഉണ്ടായില്ലേ, കുട്ടിന്റെ രൂപമായില്ലേ, ജീവനില്ലാതെ കുട്ടി എങ്ങനെ ആവും? സൂറത്ത് വന്നു. ജീവനില്ലാതെ എങ്ങനെ ആവുമോ? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു ജീവനുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. ഈ കയ്യും കാലൊക്കെ ഉണ്ടാകണതിന് മുമ്പ് ഈ കുട്ടി വളർന്നില്ലേ, അലക്കത്തായത് മുതുകത്തായില്ലേ, ഓരോ വ്യത്യാസം വന്നില്ലേ, അന്നേരം ജീവൻ ഉണ്ടായിട്ട് ഇത് വളർന്നില്ലേ?
അപ്പോൾ റൂഹും ജീവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചർച്ചകളൊക്കെ അതിലേക്ക് പോകും. അപ്പം അത്ര അതാ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ മസ്അലകളുടെ ആ ഇത് തിരണയിൽ നല്ല ആക്കൽ വേണം. അതുകൊണ്ടാണ് പല ഈ ആശയക്കാരും ഇബ്നു ഹജറിൻ്റെ കൂടെയല്ല കൂടുക, ആരുടെ കൂടെ കൂടുക, റംലി പറഞ്ഞതിലേക്കാണ് പോവുക. ആശയക്കാർ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന, ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശോല ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ, നമ്മളെ ചെറുശോല ജലീൽ സക്കാഫി ഉസ്താദിൻ്റെ ഉപ്പ, അവരുടെ അടുത്ത് നമ്മൾ മർക്കസ് നിന്ന് തുഹഫ ഓതി. അവർ പറയും, നിങ്ങൾ തുഹഫ മനസ്സിലാക്കുന്നത് ഈ ഷെർവാനി നോക്കിയൊന്നും മനസ്സിലാക്കരുത്, ഫത്ഹുൽ മീൻ നോക്കി മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇബ്നു ഹജർ തങ്ങളുടെ മുദ്റക്കിൻ്റെ കുവ്വത്ത് അത് മഖ്ദൂമിനെ പോലെ ബുദ്ധിയുള്ളവർക്കേ തിരിയും. അതുകൊണ്ടാണ് ആശയക്കാർ അധികവും ഏത് കിതാബിൻ്റെ ആശയം എടുത്താലും നിഹായയിലേക്ക് അവരെ ചായ്വ്. അത് ഇതാണത്, അതിൻ്റെ ആ മുദ്റക്കിൻ്റെ ആ ദലീലിൻ്റെ കുവ്വത്ത് മനസ്സിലാക്കുന്നിടത്തുള്ളത്. അപ്പോൾ ഇബ്നു ഹജർ തങ്ങളെ നമുക്കൊരിക്കലും തള്ളാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഇബ്നു തൈമിയയിലുള്ള ഒരു നിരീക്ഷണം സാർ പറഞ്ഞപ്പോൾ അപ്പോൾ അവിടുന്നാണ് തുടങ്ങിയത്. ഇബ്നു തൈമിയെ വിശകലനം നടത്തുന്നിടത്ത് പിന്നെ നമ്മൾ എടുക്കുന്ന ത്വരീഖ് പിന്നെ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ത്വരീഖാണ്. അതെ, സമസ്യ. ഇനിയിപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വെച്ചാൽ ഇതിന് വിരുദ്ധമായിട്ട് തോന്നുന്ന വിശകലനങ്ങൾ ഇമാമുമാരുടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതിന് അത് ശരിക്കും അത് ജമ്മ് ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്. അതെ അതെ, അതെന്താന്ന് വെച്ചാൽ ചില കിതാബിൽ ഇബ്നു തൈമിയനെ വല്ലാതെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൽമിനെ ധാരാളം പറഞ്ഞ ഇൽമുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ മൂപ്പര് ഒരു കിതാബ് തന്നെ ആദ്യം പറഞ്ഞതിനെ വൈരുദ്ധ്യമായിരിക്കും അവസാനം വരിക. മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞതിന് മറുപടി ചിലപ്പോൾ പുറത്തുണ്ടാവും. അതേമാതിരി അഖിലിൽ അദ്ദേഹത്തിന് താക്കീക്ക് പോരാ, അതിന് മാക്കൂലാത്തിൽ താക്കീക്കില്ല. അങ്ങനെ ഉണ്ടാ ഒരാൾ അല്ലാഹുവിന്റെ ജിസ്മിയത്ത് വാദിക്കൂ ഇല്ല. അല്ലാഹു തആല ആകാശത്തുനിന്ന് ഇറങ്ങി വരും എന്നത് കനുസൂലി ഹാദാ. അതാണ് പുതിയ ആധുനിക പഠനങ്ങളിലെ ഇന്റലിജൻസിന്റെ പല കാറ്റഗറിയാണ്. ബുദ്ധി എന്ന് പറയുന്ന സാധനം വസ്തുള്ള ആഴങ്ങൾ, നേരത്തെ പറയുന്ന അക്കിന്റെ തനിച്ച അക്കില് കുറഞ്ഞ ആളുണ്ടല്ലോ, അവർക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും. നേരത്തെ പറഞ്ഞ ഞങ്ങളോട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു ഞങ്ങളോട്, തുർമുദിയിലാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഓതുമ്പോൾ ഒരു പ്രാവശ്യം ചർച്ച വന്നപ്പോൾ ചില പണ്ഡിതന്മാർ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് അധികം പഠിക്കാതെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ചിലപ്പോൾ ഒരു പക്ഷേ വലിയ വലിയ പണ്ഡിതന്മാരായിരിക്കും. അത് ഈ അസ്കലാനിൻ്റെ ചില വാക്കുകൾ ഇബ്നു തൈമിയയെ മദ്ഹ് ചെയ്തിട്ടുള്ള ചില വാക്കുകളുണ്ട്. അപ്പം അത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിന് എതിരല്ല. അത് കാരണം മൂപ്പർക്ക് ബോധ്യപ്പെട്ടത് പറഞ്ഞു. അതല്ല എനിക്ക് തോന്നുന്നത്, പക്ഷേ അതിലൂടെ മൂപ്പരെ വിമർശിക്കാണ് സത്യത്തിൽ ചെയ്തത്. ഈ അസ്കലാനി തങ്ങൾ ചിലപ്പം അതേ കോണ്ടെക്സ്റ്റിൽ വന്നുള്ള ആളാവില്ല. അപ്പൊ ഇബ്നു ഹജർ നേരിട്ട് ഇവരുടെ ഈ ലലാലാത്തും ഇവരുണ്ടാക്കിയ ഫിത്നയും ഒക്കെ നേരിട്ട് അനുഭവിച്ച ആളേക്കാരം. അപ്പൊ നമ്മളിപ്പോ നാട്ടില് തന്നെ നമ്മളിപ്പോ ഈ ഓരോ മലബാറിലെ സംഘടനാ സ്പിരിറ്റ് അല്ല തെക്കിലും വടക്കിലും അല്ല. കാരണം അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അനുഭവിച്ചു അദ്ദേഹത്തിന്റെ ആ അനുഭവത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, പിന്നെ ആളുകൾ രണ്ട് ക്വാളിറ്റിയിൽ രണ്ട് വിഷയങ്ങൾ രണ്ട് രീതിയിൽ പിന്നെ അവതരിപ്പിക്കാം. അന്നിപ്പോൾ ഇബ്നു ഹജർ അൽ അസ്കലാനി പിന്നെ ഒരു അക്കാഡമിക് കോണ്ടെക്സ്റ്റിൽ ഇൻസാഫോട് കൂടെ ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരന്ന രീതിയിലെ വിഷയത്തെ സമീപിക്കാം. ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെയല്ല, ജനങ്ങളുടെ ഈമാൻ സംരക്ഷിക്കലാണ് അതിന്റെ ഏറ്റവും വലിയ സംഗതികളിലേക്ക്. പിന്നെ അഖീദന്റെ വിഷയത്തിൽ തഹഖീഖ് ഉണ്ടാവുമല്ലോ കൂടുതൽ. ഈ റിവായത്തിൽ ഭയങ്കര ഫതുൽ ബാരി ഒക്കെ അതാണല്ലോ നമ്മൾ സ്പെഷ്യലൈസേഷൻ അവിടെ ആയിരിക്കും. മൂപ്പര ഒരു മേഖല പ്രധാനമായി കണ്ടത് അതാണ്. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾക്ക് എല്ലാ മേഖലയും ഇബ്നു ഹജർ തങ്ങൾ ദിറായത്തിന്റെ മേഖല എന്ന് വേണമെങ്കിൽ പറയണം. അവരുടെ ഒരു നിരീക്ഷണം അവരൊക്കെ പറഞ്ഞതിനെതിരല്ല, അതിനേക്കാൾ കടുപ്പിച്ചു പറയണമെങ്കിൽ കൂടുതൽ പഠനം നടക്കാതെ പഠനത്തിന്റെ ഇതിലേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ നിലപാടാണ് നമ്മൾ പിന്തുടരുന്നത്. അതിലും മുള്ളില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. പിന്നെ ഫീമ വൈനു വൈനല്ല ആവശ്യം, അതാവശ്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ജനങ്ങളെ പിന്നെ ഹദർ ചെയ്യുന്നിടത്ത് അള്ളാഹിന്റെ അടുത്ത് എന്താണോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ആവശ്യമില്ല, നിലപാടെടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ അദ്ദേഹം അത് കടുത്ത രീതിയിൽ വിമർശിക്കപ്പെടേണ്ടതാണ്. അത് മുഴുവനും കുഴിച്ചു മൂടപ്പെട്ടു പോയി.
അതിന് പിൻഗാമി. പിന്നെ അത് മാന്തിയെടുത്തത് ഇബ്നു അബ്ദുൽ വഹാബാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ആ ദലാലാത്ത് അത്രയും അധികം ഇവിടെ കൊട്ടിയടച്ചു പോകണമെങ്കിൽ അദ്ദേഹം പ്രചരിപ്പിച്ചത് ദലാലത്താണെന്ന് ഉറപ്പല്ലേ? വളരെ പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഏതാനും നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട് അത് പൊക്കിയെടുക്കുന്നത്. പിന്നെ അതിന്റെ ശേഷക്കാർ. അപ്പോൾ നമ്മൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ദർസി വിജ്ഞാനത്തിൻ്റെ ഒരു ഓരം പറ്റിയാണ് ഇതൊക്കെ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ദർസ് നിലനിർത്തുന്നിടത്ത് അല്ലെങ്കിൽ പുതിയ കാലത്ത് ആ പഴയ പ്രതാപത്തോടെ ദർസ് നിലനിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ചർച്ച ചെയ്യണം. പ്രധാനമായിട്ട് ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെയും ഭയങ്കര അലേർട്ടാ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണം എന്ന് ചിന്തിച്ച് കൂടുതൽ സമയം ദർസി രംഗത്ത് നിലനിൽക്കുക, എൽമി രംഗത്ത് നിലനിൽക്കുക എന്നത് അവരുടെ സാഹചര്യം അനുവദിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ പഠിക്കാൻ ഭൗതികമായ പഠനം അവിടെ ഫോക്കസ് ചെയ്താലാണ് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുള്ളൂ. ആ കരിയർ ഉണ്ടായാലേ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവുള്ളൂ. അതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഊന്നാൻ കഴിയുന്നില്ല. നല്ല ജീനിയസായ കുട്ടികളെ കുറിച്ച് പറഞ്ഞതല്ല, അതെ എല്ലാ ആളുകളെ കുറിച്ചല്ല, നല്ല ജീനിയസായ ആളുകൾ തന്നെ ദർസിനൊക്കെ നല്ല പ്രാപ്തിയുള്ള ഇൽമ് പഠിക്കാനും ഫഹ്മിനും ഫീമിനും ഒക്കെ കഴിവുള്ള ആളുകൾ തന്നെ മേഖല മാറുന്നുണ്ട്. അവരൊരു പ്രത്യേക സമയമാകുമ്പോൾ അവരുടെ ചിന്തയും ഓരോ മസാരിഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തടയും വിധമുള്ള പദ്ധതികൾ വരണം ദർസ് രംഗത്ത്. സോ അതിൻ്റെ അഭിപ്രായം? ദർസ് രംഗം എന്ന് പറഞ്ഞാൽ വളരെ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സംശയമില്ല, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവില്ല, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, മുസല്ലമായ കാര്യം. പക്ഷേ ഈ ദർശരംഗം ഇങ്ങനെ ഇതാൻ കാരണം ഭൗതികതക്ക് കൂടുതൽ ഒരു ഈ മെജോറിറ്റി കൊടുക്കുന്ന ഒരു സ്വഭാവം സമൂഹത്തിൻ്റെ ഇടയിൽ മറികടക്കണല്ലോ. അതെന്താന്ന് വെച്ചാൽ സമന്വയ വിദ്യാഭ്യാസം ഒരു സമയത്ത് ആവശ്യമായിരുന്നു. ആ സമന്വയ വിദ്യാഭ്യാസം അന്നത്തെ പണ്ഡിതന്മാർ തുടങ്ങി. പക്ഷെ അവരുടെ ഉദ്ദേശം നല്ലതാണ്. പക്ഷേ ഇന്ന് സമന്വയത്തിനാണ് കൂടുതൽ പ്രാധാന്യം, ദീനിന് അവിടെ പ്രാധാന്യം കുറഞ്ഞു. ഇത് സമന്വയ വിദ്യാഭ്യാസത്തെ ചിന്തിച്ച പണ്ഡിതന്മാർ അവരുടെ ഉദ്ദേശം കുറവാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കറങ്ങി ചെല്ലുമ്പോൾ അവരുമായിട്ട് ഇടപെടാൻ പറ്റിയ ഒരു ഭൗതികമായ ചില അറിവുകളൊക്കെ നമുക്കുണ്ടാകണം. ഭൗതിക വിദ്യാഭ്യാസങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതൊക്കെ. പക്ഷെ ഇന്ന് അവിടുന്ന് മാറി ഇത്തരം കോളേജ് നടത്തുന്നു. അതിന് കൂടുതൽ സമയം ഏതിനാ കൊടുക്കുന്നത്? അതെ. അപ്പം അതിന് പരിഹാരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ സമന്വയം പല രീതി ആനുപാതികമായിട്ട് ഓരോന്നിനും സമന്വയിപ്പിക്കുന്നത് എന്താണ് സമന്വയിപ്പിക്കേണ്ടത് എന്നിടത്ത് ഒരു നിശ്ചയം ഉണ്ടായാൽ മതി. അതെന്താ പറഞ്ഞപ്പോൾ ഒരു 25% ഭൗതികത കൊടുക്കുക. പലതിനും വേണം. അല്ല അതല്ല പല അനുപാതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ ദർശരംഗം തന്നെ പല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ നല്ല സയൻസ് ക്യാമ്പസിൻ്റെ അടുത്ത്, ഭൗതിക ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെ ഒരു ദർസ് ആരംഭിക്കാം. അതിൽ നമ്മൾ ഒരു നല്ല സയൻറ്റിസ്റ്റിനെ ഇസ്ലാമിക ലോകത്തേക്ക് വേണമെന്നുള്ളവർക്കാണെങ്കിൽ പിന്നെ അതിന്റെ ഖദർ ദർസ് ഖദർ കുറക്കുകയും സയൻസിന് അഭിരുചി മനസ്സിലാക്കി അതേപോലെ ദീനിയായ ഉലൂമിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും മറ്റേ മിനിമൈസ് ചെയ്യുകയും. മിനിമൈസ് ചെയ്താൽ വെച്ചാൽ അവർക്ക് അതുകൊണ്ട് ഐഹികമായ എല്ലാ നേട്ടങ്ങളും നേടണം, എന്നാൽ കരിയറിന് വേണ്ടി ഇവർക്ക് അന്വേഷിക്കാൻ ആവശ്യം ഉണ്ടാകാൻ പാടില്ല. അഥവാ ഒരു കരിയറിലൂടെ അവർക്ക് കിട്ടുന്ന സാമ്പത്തികമായ നേട്ടവും കാര്യങ്ങളും മറ്റുള്ള ജീവിത സാഹചര്യങ്ങളുടെ അനുകൂലമായ എല്ലാ സംഗതികളും അവർക്ക് ഈ ദീനിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കിട്ടണം. അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അങ്ങനെ മാറ്റത്തിലേക്ക് വരണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നിലവിലുള്ള അവസ്ഥയെ തന്നെ കുറെ ചെയ്യാനുള്ള ചില കാര്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഇൽമു പഠനം എന്ന് പറയുന്നത് ജുസിയാത്ത് പഠിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറി. ജുസിയാത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജുസിയാത്ത് പഠിച്ചാൽ തീരൂല. കാരണം അത് വയറുമ്പോൾ തന്നെ ഹവാദിസുകൾ പുതിയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പഴയകാല ഉലമാ എന്ന് പറഞ്ഞാൽ ഒരു കിതാബ് ഓതുമ്പോൾ അതിനൊരു മലക്കുണ്ടാക്കല, കുല്ലിയായിട്ട് പഠിക്കും. കുല്ലിയ ഉസൂലുകൾ കുറേ ഉണ്ടാവും. അതുകൊണ്ട് ഏത് ഹവാദിസ് പോലെ മേലിൽ തലങ്ങ വിലങ്ങി വന്നാലും പരതാ നിൽക്കണ്ട, അതിന് ഹുക്കും അറിയാൻ കഴിയും. ഇന്നതല്ല, ഇന്ന് പോയിട്ട് നിശ്ചയിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ വിഭാഗത്ത് പേസ്റ്റ് ചെയ്യുക.
ആ ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങിയത് ഭയങ്കര പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഫതുഹുൽ മുഈൻ ഓതുകയാണെങ്കിൽ ഫതുഹുൽ മുഈൻ ഓതി കഴിയുമ്പോഴത്തേന് നമുക്ക് ഉസൂലുകൾ കുറേ മനസ്സിലാകണം. പക്ഷെ അങ്ങനത്തെ ഓത്തില്ലെന്ന്. അതെ, എന്നുവെച്ചാൽ കൂടുതൽ സമയം ചെലവാക്കുന്നില്ല. തിലാവ് കുറവ്. ഈ യാത്ര കുറഞ്ഞ ആളുകളാ പിന്നെ ഓതി കൊടുക്കുന്നത്. പിന്നെ അവരുടെ പ്രൊഡക്ഷൻ ആ ഒരു അവസ്ഥയിലേ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, നല്ല ജീനിയസ് ആയ കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ആ വേണ്ട രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിലനിർത്തുക മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഒരു വിഷയമാണ് ഉസൂലുകൾ പഠിക്കുക. നമ്മൾ ഈ പേസ്റ്റിംഗ് സമ്പ്രദായത്തിൽ നിന്ന് മാറുക. മനസ്സിലായില്ലേ? നമ്മൾ ജുസിയാത്ത് പഠിക്കുകയാണ്. ഈ തഫ്സീർ എത്ര, മറ്റേ തഫ്സീർ എന്താ പറഞ്ഞത്, അതല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഉസൂല് നല്ലതാക്കുക. അത് നമ്മൾ ഒരു ഫതുഹുൽ മുഈൻ ഓതുമ്പോൾ പഴയ കാലത്തെ ആളുകൾ അങ്ങനല്ലേ, ഫതുഹുൽ മുഈൻ ഓതി കഴിയുമ്പോത്തിന് മുഴുവനും നോക്കാൻ കഴിയും. ഷാഫി മദ്ഹബിന്റെ മുഴുവൻ നുസൂസിനും ഇഹാത്ത ചെയ്ത കിതാബാണ് ഇത്. തുഹ്ഫ മുഴുവൻ നസ്സുകളെയും ഷാഫി ഇമാമിന്റെ മുഴുവൻ നുസൂസിന് ഇഹാത്ത ചെയ്ത് രചിക്കപ്പെട്ട കിതാബ്. അപ്പൊ ഫതുഹുൽ മുഈൻ ഓതുന്നത് തുഹ്ഫ പൂർത്തിയാകുക ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ഒരു കിതാബ് ഓതിയില്ലെങ്കിൽ ഏത് ഹാദിസത്ത് ഏത് തലകുത്തി മറിഞ്ഞ് വന്നാലും അതിന് മസല അറിയാൻ കഴിയോ? ഇന്ന് ഖുർആനെ പോയി സെർച്ച് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പേസ്റ്റ് ചെയ്യണം, അങ്ങനെ കാണണം. ആ ഒരു അവസ്ഥയിലേക്ക് മാറി. അത് നമ്മുടെ ഈ അധ്യാപനത്തിന്റെ സിസ്റ്റത്തിൽ വന്ന വീഴ്ചയാണ്, പിൽക്കാലത്ത് വന്ന വീഴ്ചയാണ്. അപ്പോൾ ചെറിയ കാലം കൊണ്ട് എല്ലാം തഹ്സീലാക്കുക എന്നുള്ള സാധനത്തിലേക്ക്. പിന്നെ അതിന്റെ പുറമെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല കാര്യം നമ്മളുടെ അഭിപ്രായമാണ്, ഇപ്പം നിലവിൽ കുറെ ആൾ ഇറങ്ങിക്കഴിഞ്ഞല്ലോ, ഈ ഒന്നാണല്ലോ ഇനി അടുത്ത ഭാവിയിൽ ഇനി പുതിയ ഉണ്ടാക്കുമ്പോഴത്തിന് അതിൻ്റെ ഒരു ഗ്യാപ്പ് ഇപ്പം ഇറങ്ങിയോലെ ഉണ്ടാവുള്ളൂ. അവരിൽ നിന്ന് നല്ല കഴിവുള്ള ബുദ്ധിയുള്ള, അതുപോലെ ബുദ്ധി മാത്രം പോരാ, വറവ് വേണം, തെക്കുവ വേണം, ഒരു ഇഖ്ലാസും സിദുക്കും ഒക്കെ ഉള്ള ആളുകളെ അവർക്ക് നല്ല സ്റ്റൈപ്പൻഡ് കൊടുത്തി ഒരു 2-3 കൊല്ലം ഒരു പദ്ധതി നമ്മൾ എന്തെല്ലാം വിഷയത്തിന് ഇതാക്കുന്നുണ്ട്. അതാണ് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും വലിയ ദഅവാണ്. ഇന്നത്തെ ഒരു വലിയ ഉസ്താദന്മാരുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, അതുപോലെ തന്നെ റഈസുൽ ഉലമ, അതുപോലെ തന്നെ താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ്, പൊന്മുള ഉസ്താദ്, ഇങ്ങനെ പേരോട് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ ഒരു തലമുറ ഉണ്ടല്ലോ. അവർക്ക് ശേഷം ഇനി വരാൻ പോകുന്നത് ഇപ്പം വന്ന ഒരു തലമുറ അല്ലേ അല്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് പുതിയ ഉണ്ടാക്കി വരുന്ന വരെ ഇവരെല്ലാം ഉണ്ടാകുക. അപ്പൊ ഈ ഒരു തലമുറയെ നല്ല പ്രഗത്ഭരായ ഫഖഹാത്തുൻ നഫ്സ് ഒക്കെ ഉള്ള ആളുകളെ ഫിഖ്ഹിൽ കൂടുതൽ ഊന്നൽ കൊടുത്തു നിർത്താൻ എല്ലാ വിഷയത്തിലും കഴിവ് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഫിഖ്ഹ് തീരണമെങ്കിൽ സത്യം മന്തിക്കൊക്കെ തീരണം, എല്ലാ വിഷയവും തീരണം, നല്ല ദഖൽ കിട്ടും. അത് അപ്പം പണ്ട് കാലത്ത് ദർസാണല്ലോ, ദർസുകാരന പഴയ കാലത്ത് വെറും തഫ്സീർ ഹദീസ് മാത്രമല്ല, ഗോളശാസ്ത്രമുണ്ട്, തർക്കശാസ്ത്രമുണ്ട്, തച്ചുശാസ്ത്രമുണ്ട്. തച്ചുശാസ്ത്രം അങ്ങനല്ല, തച്ചുശാസ്ത്രം ഗോളശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ പല ശാസ്ത്രങ്ങളും ഉണ്ട്. അതേമാതിരി ക്ഷേത്രഗണിതമുണ്ട്, ഖുലാസത്തുൽ ഹിസാബ് ഉണ്ട്, അത് സംഖ്യാഗണിതം, അതുപോലെ തന്നെ ഉക്ലീദീസ് ക്ഷേത്രഗണിതം, ഇതൊക്കെ ഉണ്ടല്ലോ, യുക്ലിഡിയൻ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധി വർദ്ധിപ്പിക്കും. ബഹുമാനപ്പെട്ട അലനല്ലൂർ ഷെയ്ഖുൽ അദബ് അബ്ദുള്ള ഉസ്താദ് നമ്മളോട് സൗക്കെടുക്കുമ്പോഴേ ഉസ്താദ് ഹംദുള്ള അങ്ങനത്തെ കേൾത്തിന് അപ്പം പറയും, ആദ്യം ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഓതാൻ പറഞ്ഞേക്കണേ ഇതൊക്കെ ഒന്ന് ഓതിട്ട് ഓലെ ബുദ്ധിയൊക്കെ ഒന്ന് കാച്ചെടുക്കണം, ഏറ്റവും ഓതി കൊടുത്തിട്ട് കാര്യമുള്ളൂ തമാശയെ പറയും ഉസ്താദ്. അത് വളരെ വിഷയമാണ്. നമ്മൾ ഈ എല്ലാവിധ വിഷയത്തിലും എത്ര കണ്ട് പെർഫെക്റ്റ് ആവും അത്ര കണ്ട് ഏത് ഇൽമിലേക്കും. ശരിക്കും പിന്നെ ദർസില് നന്നായിട്ട് ഓതി കൊടുത്ത ആളുകൾ ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട്, ഒരു ധർമ്മം എന്താ വെച്ചാല് ഇപ്പൊ ഈ മൈബദി, ഈ നേരത്തെ ഖുലാത്തുൽ ഹിസാബ്, ഇൽമുൽ ഫലക്, അതിൻ്റെയൊക്കെ പുതിയ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഹന്തസായിട്ട് ബന്ധപ്പെട്ടാണ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ എഞ്ചിനീയറിംഗ് ഇപ്പത്തെ എഞ്ചിനീയറിംഗ്. അപ്പൊ അതിലേക്ക് എന്താ ചെയ്യണം, ഈ യുക്ലീദീസിന്റെ രണ്ടുകൂടെ മിക്സ് ചെയ്യണം, എന്നിട്ട് അത് പുതിയ രീതിയിലേക്ക് അതിനെ ആവിഷ്കരിക്കണം. അതേപോലെ തന്നെ ഇൽമുൽ ഫൽസഫ
ഫൽസഫയാണല്ലോ ശരിക്കും പിന്നെ ഈ ഹിദായത്തുൽ ഹിക്മ മൈബദിയുടെ ഒക്കെ ഭാഗം. ഇന്ന് ഇപ്പം ഫിലോസഫി ഇപ്പം പിന്നെ ഫിലോസഫി ഓഫ് സയൻസ്, പൊളിറ്റിക്സ്, എല്ലാത്തിനും ഫിലോസഫിയാണ്. അപ്പോൾ ആ പുതിയ കാലത്തെ ഫിലോസഫിയും ആ പഴയ ഫിലോസഫിയൊക്കെ ചേർത്ത് പുതിയ രചനകൾ വരണം. എന്നിട്ട് അതിന് കൂടുതൽ മാത്രം പോരാ, പഴയതും പഠിക്കണം. പറയാൻ കാരണം പഴയത് പഠിക്കണം പറഞ്ഞാൽ നമ്മളെ പഴയ കാല തഫ്സീറിന്റെ കിതാബ് റാജിർ അത് മനസ്സിലാവണമെങ്കിൽ ഈ ഇസ്ലാഹ് മനസ്സിലാക്കണം. അന്ന് അവർ അതിന് മറുപടി വർഷത്ത് മനസ്സിലാക്കി, അതിന്റെ മറുപടി മനസ്സിലാക്കി ഏത് ഇനി വരാണ്ട് അതിനപ്പുറത്തേക്ക് വരാനില്ല. വഹാബികളെയും ജമാഅത്തിനൊക്കെ ഇതൊക്കെ അതൊക്കെ പണ്ട് റാഫിദത്തും ഓല് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇപ്പം എന്തോ വാദം കൊണ്ടുവന്നു. അതങ്ങോട്ട് വേട്ടി എച്ചുകൂട്ടി മറ്റേ ഇതാക്കി തെൽഫീക്കാക്കി ഒക്കെ കുറച്ച് പറഞ്ഞല്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് അവരെ എതിർക്കാൻ കഴിയുന്നത്. അപ്പൊ പഴയ വാദങ്ങൾ പഠിക്കണം, അതോടൊപ്പം പുതിയ വാദങ്ങൾ. ഞാൻ വാദങ്ങളെ കുറിച്ചല്ല പറയുന്നത്, പുതിയ ഈ ഫന്നിനെ ഒരു കാലികമായ രീതിയിലേക്ക് ആ നേരത്തെ താരിഫാത്തുകളൊക്കെ അതേമാതിരി വേണം തന്നെ. എന്നാലും പുതിയ ഒരു അല്ലെങ്കിൽ ഒരു പുതിയ കാലത്ത് കുട്ടികളൊക്കെ ഇപ്പോൾ ഈ സയൻസ് ഒക്കെ പഠിച്ച എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചുകൊണ്ട് പിന്നെ ദർസിലേക്ക് വരുവാണല്ലോ. അപ്പോൾ ഇവർക്ക് ഒരു ഡിഫറൻസ് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നേരത്തെ എന്താണോ പഠിച്ചത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നിങ്ങൾ ഈ പഠിച്ചത് എന്ന് അവർക്ക് തോന്നണം. ആ രീതിയിൽ രണ്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ പഠനം കുറച്ചുകൂടി രസമായിരിക്കും. അത് ആ സ്ഥാനം നോക്കുകയും പുതിയ പിന്നെ പ്ലാൻ വഴി വീടുകളൊക്കെ വെക്കുന്നൊക്കെ ഉണ്ടല്ലോ. എനിക്കുള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം തന്നെ സിറ്റിയിലൊക്കെ അങ്ങനെ പ്ലാൻ നോക്കാനുള്ള ഭൂമിയിൽ ഒരു വീട് വെക്കണം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇതിന് വലിയ പ്രസക്തി ഉണ്ടോ, എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ഉസ്താദിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ? തച്ചുശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. അത് ശരിക്കും സ്ഥലം നല്ലവർക്കുള്ളവർക്കല്ലേ പറ്റുള്ളൂ, കുറഞ്ഞ സ്ഥലമുള്ളവർക്ക്. തച്ചുശാസ്ത്രത്തെ സംബന്ധിച്ച് ആദ്യം ഇസ്ലാമിക വിധി പലരും പറയുന്നുണ്ട്. തച്ചുശാസ്ത്രത്തെ അന്ധമായി എതിർക്കുക എന്നുള്ളതും, തച്ചുശാസ്ത്രത്തിൽ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്, ഓക്കെയാണ്. പക്ഷെ തച്ചുശാസ്ത്രത്തെ ഒരു അന്ധമായി എതിർക്കാൻ പറ്റൂല. നമ്മൾ ഇന്നത്തെ പൊതുവേ ഉള്ള വളർന്നു വരുന്നൊരു സമൂഹത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ദലീലില്ലാത്തതൊന്നും ഇല്ല എന്ന ഒരു വാദത്തിലേക്കാണ്. ഇതൊക്കെ പറഞ്ഞല്ലോ, ദലീലില്ലാത്തതില്ല, ഓൾക്ക് ദലീലില്ല എന്നതിൻ്റെ അർത്ഥം. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഫോർ ആബ്സെൻസ് എന്നൊരു സാധനം സീരവിചത്രന്റെ ഒരു സഫാത്ത് ഉണ്ട്. അത് വിശാലമായി ദലീലില്ലാത്തതല്ല. ഇപ്പൊ ഖയാലിയൊക്കെ പറഞ്ഞല്ലോ, ദലീലില്ലാത്തതൊന്നും ഇല്ലാന്ന് വെക്കാൻ പറ്റൂല. അതിന് ഓല് പറഞ്ഞ എന്താ വെച്ചാ ദലീൽ നിങ്ങൾ കണ്ടെത്താൻ കഴിയണം, നോക്കിയാൽ മതി. ദലീൽ ആമായിരിക്കും, ഇവൽക്കുള്ള ദലീലുണ്ടാവില്ല, ദലീൽ ആമാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ പറ്റൂല. ദലീല് ഇല്ലാത്തത് ഉണ്ടാവുകയാണെങ്കിൽ ഖയാലി അവിടെ പറഞ്ഞു, എന്താണ് നിങ്ങളെ മുന്നിൽ ഒരു ഏത് വേണ്ടേ, നിങ്ങൾ കാണാത്ത ഒരു മല ഉണ്ടാവൂലേ, ദലീലില്ലല്ലോ. അപ്പൊ ദലീലില്ലാത്തത് ഇല്ല. കാരണം എന്തുകൊണ്ട്? നിങ്ങൾ കാണാത്തൊരു മല നിങ്ങളെ മുന്നിൽ ഉണ്ടായിക്കോട്ടെ, ദലീലില്ലല്ലോ. ഇല്ല എന്ന് പറയാൻ നമ്മൾ അംഗീകരിക്കില്ലല്ലോ, അപ്പൊ ഉണ്ട് എന്നല്ലേ. അപ്പൊ അങ്ങനെ ഒരു മല ഉണ്ടാകാലോ, അപ്പൊ അത് വളരെ ഒരു മറുപടി അല്ലേ. പക്ഷെ അത് സഫാത്താ. എന്തുകൊണ്ട്? ദലീലില്ലാത്തത് കൊണ്ടല്ല ഇവിടെ മല ഇല്ലാന്ന് പറഞ്ഞത്, കാണാത്തോണ്ടാ. അത് ബദീഹിയത്ത് കൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ തടയണ്ടേ. അത് ബദാഹത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടത് അവിടെ ഇല്ലാന്നുണ്ട്. തടയാത്തൊരു മല നമുക്ക് പ്രയാസമില്ല, ദലീലില്ലാത്തത് കൊണ്ട് ഇല്ലാന്നല്ലത്. അതൊരു പൊട്ടീസാണത്, സിഫ്സത്തത്ത്. അപ്പോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. കേൾക്കുമ്പോഴേക്കും അതിനെ ചാടി എതിർക്കുന്ന ഒരു സ്വഭാവം, അത് നമ്മൾ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ പല വിഷയങ്ങളിലൊക്കെ ഉദാഹരണം പറയും. ഫൽസഫനെ പറ്റി തന്നെ പറയാം. ഫൽസഫയെ സംബന്ധിച്ച് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദ്യം വന്നപ്പോൾ മൂപ്പര് നിരൂപണം നടത്തിയതുണ്ട്. ഇസ്ലാമിനെതിരില്ലാത്ത ഇംഖാനാത്തുകളുണ്ടല്ലോ, ആ ഇംഖാനാത്ത് അത് പറയുമ്പോൾ നമ്മളതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്കോ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്കോ അഹ്കാമുകൾക്കോ എതിരില്ലാത്ത നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉദാഹരണം പറയാം, ഈ പാരസെറ്റമോൾ കഴിച്ചാൽ നമ്മളെ രോഗം മാറുന്ന ആരാ പറഞ്ഞത്? ഖുർആൻ ഹദീസിനും പറഞ്ഞല്ലോ. ഖുർആൻ ഹദീസിന് അത് കഴിക്കണത് കൊണ്ട് എതിരുണ്ടോ? അതുകൊണ്ട് വെറുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റൂല എന്നേ ഖുർആൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. വെറു വാലിബാണെങ്കിൽ, ഒരു വെറും ഇല്ലാത്ത ഭൂമിയിൽ ഉണ്ടാവില്ല. വെറു വാലിബാണെങ്കിൽ കഴിക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അതിനെ അന്ധമായി എതിർക്കുക എന്നുള്ളതും
എന്നാൽ അന്ധമായി അതിന്റെ മുകളിൽ അനുകൂലിക്കാന്നുള്ളത് കൂടുക, അതിന്റെ മുകളിൽ തന്നെ കൂടുക. അതൊരു തവക്കുല് ചെയ്യേണ്ട പറ്റൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നമുക്ക് അവലംബമാക്കാൻ പറ്റിയ ഒരു മഹാനാണ് വലിയ സൈനുദ്ദീൻ മഹ്ദൂം. അവരാണ് പൊന്നാനിപ്പള്ളി എന്തായാലും നിർമ്മിച്ചത്. പൊന്നാനിപ്പള്ളി നിർമ്മിച്ചത് തച്ചുശാസ്ത്രം അനുസരിച്ച്. പൊന്നാനിപ്പള്ളി നിർമ്മിച്ചത് ഒരാശാര്യൻ പറഞ്ഞു കേട്ടില്ലേ, മക്കം കാണിച്ചു കൊടുത്ത് മുസ്ലിമായി എന്നൊക്കെ പറയണേ, അതിന് മുന്നിലുള്ള ഒരു ഖബർ. ആശാരി തച്ചന്മാരാ, പഴയകാല ആശാരിമാരെന്ന് പറഞ്ഞാൽ ഒറിജിനൽ തച്ചന്മാരാ. അത് പൊന്നാനിപ്പള്ളിന്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് ഞങ്ങൾക്ക് അടയാളത്തിനൊന്ന് പറയാം, ഏറ്റവും മുകളിൽ ജിന്നിനെ സ്ഥലത്ത് അറിയാൻ പറയില്ല, ഏറ്റവും മുകളിൽ അവിടെ കയറി ഓരോ തൂണിൽ നോക്കിയാൽ കാണാം നിര്യതി, വായു, ഈശ, ഇതൊക്കെ തച്ചുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് അവിടെ വെക്കേണ്ട തൂണാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആ നിലക്ക് അവരെന്തായിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പണ്ടേ നടന്നു വരുന്ന ചില ആചാരങ്ങൾ ഉണ്ടാവും. ആ ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ മൗലികമായ വിഷയങ്ങൾക്കോ ഇസ്ലാമിക ശരിയുടെ എതിരല്ല എങ്കിൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കല, അത് സമ്മതിച്ചു കൊടുക്കല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കണ്ട, പക്ഷെ അന്ധമായി എതിർക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സ്വഭാവം. ഈ തച്ചുശാസ്ത്രം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സുഖവും സൗഖ്യവും. അത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദാണ്, ഈ നമ്മളെ ഉസ്താദാണല്ലോ. ഉസ്താദിന്റെ ഒരു വാക്കുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സത്യത്തിൽ ഈ കുറ്റടിക്കാൻ പോകലും പ്ലാൻ വരച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ ഇഖ്തിയാർ അനുസരിച്ച് ചെയ്തതല്ല, ഞാൻ അതിൽ വെറൂരിയായി വന്നതാ. അള്ളാഹു തആല അങ്ങനെ നിർത്തിയപ്പം പിന്നെ അങ്ങനെ പോയതാ. സത്യത്തിൽ ഞാൻ തച്ചുശാസ്ത്രത്തെ എതിർത്തിരുന്ന ആളായിരുന്നു ആദ്യത്തിൽ. ഞാൻ എല്ലാത്തിനും വിമർശനാത്മക പഠനം നടത്തുന്ന ആളാണ്. പൊതുവെ അതിന്റെ ഒരു സ്വഭാവമാണ്, നല്ലതാണോ ചീത്തയാണോ എനിക്കറിയില്ല. അതൊരു അന്വേഷകന്റെ അതുകൊണ്ട് ബോധ്യമല്ലാത്ത ഒന്നും ഞാൻ അംഗീകരിക്കില്ല. അപ്പം ഞാനിത് പഠിച്ച് ഞാൻ പിന്നെന്തായി, അങ്ങനെ ഇതിനെപ്പറ്റി എനിക്ക് കുറേ ഇൽമുണ്ട്. പിന്നെ നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ അടുത്ത് മർക്കസിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ നിൽക്കണോടത്തൊക്കെ ഉസ്താദിനെ കൊണ്ടുവരും. അങ്ങനെ ഉസ്താദിനെ കൊണ്ടുവരുമ്പോൾ ഉസ്താദ് അവിടെയൊക്കെ പറഞ്ഞു, അങ്ങനെ ചിലരൊക്കെ പറഞ്ഞു ബാക്കിയുണ്ട് ഓനോ ചോദിച്ചാൽ മതി, ഉസ്താദ് അങ്ങനെ ബഹുമാനിച്ചേ പറയുള്ളൂ നമ്മളാണെങ്കിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ വീട് നിർമ്മാണം വന്നപ്പോൾ ഞാനൊരു ഏകദേശം ഒരു പ്ലാനൊക്കെ സ്വന്തമായി വരച്ചിങ്ങാണ്ട് ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയിങ്ങാണ്ട് ഒക്കെ കാണാം. ഉസ്താദ് നോക്കിയിട്ട് ഇതാരും വരച്ചാണ്, ഞാൻ വരച്ചതന്നെ ഉസ്താദ്. എന്നാ കുറ്റിയടിക്കാനായിക്കണേ ഉസ്താദിൻ്റെ ഒരു വാക്ക്. അങ്ങനെ ഉസ്താദിനെ വിളിച്ച് ഉസ്താദിനെ പറഞ്ഞ് ഉസ്താദ് വരാമെന്നൊക്കെ തീരുമാനിച്ചു. ഉസ്താദിന് അസുഖം തുടങ്ങിയ സമയമാണ്, അവസാനത്തെ അസുഖം ഉണ്ടല്ലോ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ച് ഉസ്താദ് അന്ന് രാവിലെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉസ്താദിനെ ഞാൻ വിളിച്ചപ്പോൾ മഞ്ചേരിയിലാണ്, എനിക്കാണ് തീരെ മർക്കസിലാണ് ഞാൻ വന്നുകളായിരുന്നു. അതുകൊണ്ട് നിങ്ങളെന്നെ കുറ്റടിച്ചോളി, ഞങ്ങൾക്ക് സമ്മതം തന്നു ജാസത്ത്. പക്ഷെ എൻ്റെ ഇതിന് എനിക്ക് കുറ്റടിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അമ്മോശൻ ഡെയ്ക്ക് അബ്ദുൽ മുസ്ലിയാർ ശംസുലമൻ്റെ ഏറ്റവും ഇളയ ആനിജ. അപ്പോൾ ഞാൻ അമ്മോശനെ വിളിച്ചറിഞ്ഞു, ഉസ്താദ് വരൂലെന്നാണ് പറഞ്ഞത്, എന്താ ഇപ്പം ചെയ്യുക. അപ്പം പിന്നെ മൂപ്പര് കെ ദാരിമി ഉസ്താദില്ലേ കൊല്ലത്ത്, അത് അളിയനാറിൻ്റെ വൈഫിൻ്റെ മൂത്താപ്പൻ്റെ മകനാണ്. അപ്പോൾ മൂപ്പര് വിളിച്ചു. അപ്പം വിളിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ്, എളാപ്പയാണല്ലോ അവർക്ക്. അപ്പോൾ തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞു. എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല. പിന്നെ അപ്പോൾ ഹുസൈൻ വലിയാർക്ക് വിളിച്ചു. അപ്പോൾ ഹുസൈൻ വലിയാർ എറണാകുളത്താണ്. ഞാൻ രാവിലെ വിളിക്കുന്നത് വെള്ളിയാഴ്ച. അതൊന്നും പറ്റൂല, പുതിയാപ്പളുടെ വീടിന് കുറ്റിയടിക്കാണ്ട് ഉച്ച കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹുസൈൻ വലിയാർ പെട്ടെന്ന് വന്ന് അങ്ങനെ ഹുസൈന്മാർ ഇതാക്കി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദ് വന്നു. പിന്നെ വന്നിട്ട് അതിൻ്റെ മുകളിൽ തറ അടിയിട്ടിക്കണം, അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഈ വീട് കുറച്ച് ഉയർന്ന സ്ഥലത്താണ്, നല്ല സ്ഥലമാണ്. വൈലം യുസിബ് ഹ വാബിലുൽ ഫത്തൽ എന്ന ഖുർആൻ്റെ ആയത്തൊക്കെ ഓതി ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങൾ, എല്ലാ കേടുകളും നെല്ലിക്കുത്ത് ഏറ്റെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ ഒരു തമാശയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും അത് ഞാൻ 2 ആഴ്ച ഞാൻ ആലപ്പുഴ ദർശനത്തിന് 2-3 ആഴ്ച ലീവാക്കി വന്നതാണ് വീട് പണി തുടങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ പോയി പിറ്റത്തെ ആഴ്ച ഉണ്ട് ഇന്നെ ഓരോരുത്തർ വിളിക്കുന്നത്. ആ ആഴ്ച തന്നെ 3-4 ആൾ വിളിച്ചു. അതിനെ മുന്നേ എന്നെ ആരും വിളിക്കില്ല, എന്നെ വിളിക്കില്ല. അങ്ങനെ അത് കൂടി അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടത്. സത്യത്തിൽ ഞാൻ അതിലേക്ക് ഇഖ്തിയാർ ചെയ്ത് ഇറങ്ങിയ ആളല്ല. എന്നിട്ട് തന്നെ എന്നാ പറയും, നിങ്ങൾക്ക് ഇത് നോട്ടീസ് ഇതാക്കി കൂടെ, മറ്റേ ഇതടിച്ചുകൂടെ.
പിന്നെ അതൊക്കെ ദർശനമൊക്കെ ബാധിക്കും. അതിൻ്റെ ആവശ്യമില്ല, അത്യാവശ്യമുള്ളവർക്കൊക്കെ പോയി കൊടുക്കും. അപ്പോൾ അതും ഞാൻ ഇതാ പറയല്, ചിലപ്പോൾ തെച്ചുശാസ്ത്രത്തിൽ ചില ഈ അവരുടെ മൈൻഡ് മാറ്റാനുള്ള ചില പണികളൊക്കെ ചെറിയ വലിയ ചിലവില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ ചിലപ്പം പരമാവധി മാറും. അങ്ങനെയുണ്ടല്ലോ, മൂടർച്ചൊരു വിശ്വാസത്തിൽ നിന്നാൽ അത് മാറ്റി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ജീവിക്കേണ്ട വിളിക്ക് അല്ലേ. അപ്പോൾ കുറേ ഹിക്മത്തുകളും പിന്നെ കുറേ കാര്യങ്ങളും ഉണ്ട്. നമ്മളെ വെളിച്ചവുമായി ബന്ധപ്പെട്ട്, വായുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇത് കറങ്ങുന്ന ഒരു സാധനമല്ലേ. ഭൂമി എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ എത്ര 1600 കിലോമീറ്ററോ വേഗതയിലല്ലേ കറങ്ങണത്. അപ്പം ഒരു ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുമ്പോൾ എത്ര പ്രയാസം ഉണ്ടാവും. അപ്പം അതിന് ദിശ നിർണ്ണയിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്, പല വിഷയങ്ങളും ഉണ്ട്. കണക്കുകളൊക്കെ നമ്മളെ പാഠം അങ്ങോട്ട് എതിർക്കേണ്ട ആവശ്യമില്ല. ചിലര് ചിലപ്പോൾ ശിർക്കും കുഫറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുക. അതിനൊന്നും നമ്മൾ ഇതാക്കണ്ടേ. നമ്മൾ തവക്കുലിന്റെ ആൾക്കാർ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് സാധ്യമായ രീതിയിലൊക്കെ പിന്നെ കുറെ മുജറബായിട്ട് കിട്ടും. അതെ, മുജറബാത്തുകളാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോ ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര തർക്കം നടക്കുന്നുണ്ട്. ഈ അലോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരും. ഹോമിയോപ്പതി ഇങ്ങനെ മുജറബാത്തായിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ അസുഖം മാറുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ എന്താ കുഴപ്പമില്ലല്ലോ, അതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഒരു മരണമോ അല്ലെങ്കിൽ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാത്ത സാധനമാണ് ഒരു തരുന്ന ഗുളിക്കും വരുന്നത്. പിന്നെ അതുകൊണ്ട് സംഗതി മാറുകയാണെങ്കിൽ മതിയല്ലോ. ഏതായിരുന്നാലും അത് അന്ധമായി അതിനെ പുൽകുന്നതും അന്ധമായി എതിർക്കുന്നതും രണ്ടും നല്ലതല്ല. അതാണ് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. ജവാസ്, അതെ, ഇത്ര എതിരില്ലാത്തതിൽ ജവാസ്. ഇസ്ലാം അത്രേ പറയുന്നത്. ഈ ഫൽസഫയുമായി ബന്ധപ്പെട്ടു, ഇൽമുൽ ഹിക്മയുമായി ബന്ധപ്പെട്ടു ഇബ്നു ഹജർ തങ്ങൾ കൊടുത്തതാണ്. ഇൽമുൽ ഹിക്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലാസിഫത്തിൻ്റെ അവരുണ്ടാക്കിയതല്ലേ. ശരിക്കും ഈ ഞാൻ രണ്ടും പറയാണ്, ഈ ഫൽസഫ, ഇൽമുൽ ഹിക്മ രണ്ടും ഒന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ഇൽമുൽ ഹിക്മ എന്ന് പറഞ്ഞാൽ ഈ സയൻസും ഫിലോസഫിയൊക്കെ ഒന്നായൊരു കാലം ഉണ്ടായിരുന്നു. അന്നാണ് ഒറ്റ ശാസ്ത്രമാണെങ്കിൽ അതിന് അനുഭവിച്ചിൽ ഒരുപാട് ശാഖകൾ ഉണ്ടായിരുന്നു. ബയോളജി വേറെ, പിന്നെ വേറെ ഉണ്ട്, ഒരുപാട്. അതെ, അന്ന് എല്ലാം ഒന്നേ ഒക്കെ ഹിക്മ എന്നതിൽ അതിനെന്തുണ്ട് ഓരോ ഉപശാഖകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒറ്റ പേരിൽ അറിയപ്പെട്ടില്ല. അതെ, ഇന്നിപ്പോ സയൻസും ഫിലോസഫിയും രണ്ടും രണ്ടായിട്ട് കാണുന്നുണ്ട്. അങ്ങനല്ല, സയൻസിൽ തന്നെ ഇപ്പൊ കോർ സയൻസ് ഉണ്ട്, അത് കോർ സയൻസ് അല്ലാത്ത ഇപ്പോൾ സാമൂഹ്യ ശാസ്ത്രവും സൈക്കോളജി അങ്ങനെ പറഞ്ഞിട്ട് കോർ സയൻസ്, പ്യൂർ സയൻസ് അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വിദ്യകളുണ്ട്. നേരത്തെ ഹിക്മ എന്നുള്ള ആ ഒരു അംബ്രല്ല വേർഡിൽ എല്ലാ സംഗതികളും ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഇവിടെ വൈകിട്ട് അല്ലേ നമ്മൾ പറഞ്ഞതും ഇതിലൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ മാപ്പാക്കി തരട്ടെ. അബദ്ധം അറിയുന്നവർ ചൂണ്ടിക്കാണിക്കാതെ ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഹൈറാത്ത് ഉണ്ടെന്ന് നിലക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതെ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.